സ്കിൽ പോയിന്റിൻ്റെ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ട്രെയിനിങ്ങിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വളരെ പ്രധാനമായിട്ടും പവർ പോയിന്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എന്താണ്, ആ സോഫ്റ്റ്വെയറിൻ്റെ ഇൻ്റർഫേസിനെ ഒന്ന് നമ്മൾ പരിചയപ്പെടുക മാത്രമാണ് ചെയ്തത്. ഇന്ന് ആ ഇൻ്റർഫേസിനുള്ളിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം, എങ്ങനെയാണ് ഒരു സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യുന്നത്. സോ ഹൗ ടു ഇൻസേർട്ട് എ സ്ലൈഡ്, ഇതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. സോ സ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഴയ തിയേറ്ററുകളിലൊക്കെ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ഇടുന്ന സമയത്ത് ഓരോ സ്ലൈഡായിട്ട് ഇടുന്ന കണ്ടിട്ടുണ്ട് നമ്മൾ. അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ പഴയ പ്രൊജക്ടേഴ്സിലൊക്കെ നമ്മൾ ഇട്ടുകൊണ്ടിരുന്നത് സ്ലൈഡ്സ് ആയിരുന്നു. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ്. കാര്യം ഒന്നിലധികമോ സ്ലൈഡ്സുകൾ ഉപയോഗിച്ചാണ് നമുക്കൊരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒന്നിലധികമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ലൈഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. പക്ഷേ ഒരു പ്രസൻറ്റേഷൻ മാതൃകയിൽ വരണമെന്നുണ്ടെങ്കിൽ ഒന്നിലധികം സ്ലൈഡുകൾ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ആ ഒന്നിലധികം സ്ലൈഡുകളെ നമുക്ക് ഒരു വീഡിയോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം, ഒരു പ്രസൻറ്റേഷനായിട്ട് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ പല ഫോർമാറ്റിൽ നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ എക്സൽ അല്ലെങ്കിൽ വേർഡ്, അതിലൊക്കെ പേജസ്, ഷീറ്റ്സ് ഇങ്ങനെയൊക്കെ പറയുന്നത് പോലെ തന്നെ പവർ പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം, പവർ പോയിന്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ചിടത്തോളം സ്ലൈഡ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് പ്രസൻറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്ന വർക്ക് ഏരിയ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ഇതാണ് വർക്ക് ഏരിയ. ഈ കാണുന്നതാണ് വർക്ക് ഏരിയ. ഈ വർക്ക് ഏരിയയിൽ കാണുന്നത് സ്ലൈഡിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപമാണ്. ഓരോ സ്ലൈഡിൻ്റെയും പൂർണ്ണമായിട്ടുള്ള രൂപമാണ്. അതിൻ്റെ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ കാണുന്ന തംബ്നെയിലാണ് സ്ലൈഡിൻ്റെ സമ്മറി കാണിക്കുന്നത്. ഓക്കെ, സോ ഈ കാണുന്നത് ഈ 1 എന്ന് പറയുന്ന നമ്പറിൽ കൊടുത്തിരിക്കുന്നത്, ഈ 1 എന്ന് പറഞ്ഞ നമ്പറിൽ കൊടുത്തിരിക്കുന്നത് സ്ലൈഡാണ്, ഒരു സ്ലൈഡ്. അപ്പം നമുക്ക് ഒരു പുതിയ സ്ലൈഡ്, ഇപ്പോൾ ഒരു സ്ലൈഡ് ഉണ്ട് ഇതിനകത്ത്, ഓൾറെഡി ഒരു ബ്ലാങ്ക് പ്രസൻറ്റേഷൻ എടുക്കുമ്പോൾ തന്നെ ഒരു സ്ലൈഡ് അതിനകത്ത് ഉണ്ടാവും. വീണ്ടും ഒരു സ്ലൈഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ, വീണ്ടും ഒന്നുകൂടെ ഒരു സ്ലൈഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ നമുക്ക് ഈ സ്ലൈഡിൻ്റെ തന്നെ തൊട്ട് താഴെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇതാ കണ്ടില്ലേ, നമുക്ക് ഒരു ന്യൂ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ സ്ലൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ രണ്ടാമത്തെ സ്ലൈഡ് ക്രിയേറ്റ് ആയി. സോ ഇങ്ങനെയാണ് നമ്മളൊരു പുതിയ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ആ സ്ലൈഡിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യണം. ഇപ്പം നമുക്ക് 1 ഉണ്ട്, 2 ഉണ്ട്. ഈ ഒരു സ്ലൈഡിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് സ്ലൈഡാണോ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്, തംബ്നെയിൽ സെക്ഷനിൽ ഏത് സ്ലൈഡാണോ നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്, ആ സ്ലൈഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം കീബോർഡിൽ ഡിലീറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഡിലീറ്റ് സ്ലൈഡ് എന്ന് പറയുന്ന ഓപ്ഷൻ അവൈലബിൾ ആണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ലൈഡ് ഡിലീറ്റ് ചെയ്യാം. സോ ഇവിടെ എളുപ്പത്തിന് വേണ്ടി ഞാനിത് ക്ലിക്ക് ചെയ്യുന്നു, കീബോർഡിലെ ഡിലീറ്റ് ബട്ടൺ. ഓക്കെ, ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും പഴയതുപോലെ ഒരു സ്ലൈഡ് മാത്രം ആയി. ഇതിപ്പോൾ ഇവിടെ നിന്ന് സ്ലൈഡ് ക്രിയേറ്റ് ചെയ്തതാണ്. ഇനി നമ്മുടെ റിബണിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോം ടാബിനകത്ത് സ്ലൈഡ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാം. കണ്ടോ, സ്ലൈഡ്സ്. ഈ സ്ലൈഡ്സിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ന്യൂ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇവിടെയും നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് തീമുകൾ, പല രീതിയിലുള്ള തീമുകളുണ്ട്. കാര്യം ടൈറ്റിൽസ് കൊടുക്കാൻ, ടൈറ്റിൽസും കണ്ടന്റും കൊടുക്കാൻ, അതുപോലെ തന്നെ വീഡിയോസ് കൊടുക്കാൻ, ബ്ലാങ്ക് ആയിട്ടുള്ള സ്ലൈഡ്. അപ്പോൾ നമുക്ക് ഏത് സ്ലൈഡാണോ വേണ്ടത് ഇവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. സോ ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ ഈ ന്യൂ സ്ലൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ജസ്റ്റ് മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയും എനിക്ക് പുതിയ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് പുതിയ സ്ലൈഡ് ക്രിയേറ്റ് ആയി. വീണ്ടും ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ് ആ സ്ലൈഡ്. വീണ്ടും ഒരു മെത്തേഡും കൂടെ ഞാനിന്ന് പറയുകയാണ്. നമുക്ക് ഈ സ്ലൈഡുകളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ കീബോർഡിലെ എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മൂന്ന് തരത്തിൽ നമുക്ക് സ്ലൈഡ്സ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഒരു സ്ലൈഡാണ് ക്രിയേറ്റ് ചെയ്തത്. ഞാൻ വീണ്ടും കീബോർഡിലെ എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ സ്ലൈഡ് ക്രിയേറ്റ് ആയി. വീണ്ടും പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 4. ഇപ്പോൾ ടോട്ടൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് ടോട്ടൽ ഇവിടെ 4 സ്ലൈഡ് ഉണ്ട്. കണ്ടോ, 4 സ്ലൈഡ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഓരോ സ്ലൈഡ്സും നമുക്ക് ഈ തംബ്നെയിലിൽ പോയി സെലക്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് സ്ലൈഡാണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് സ്ലൈഡിൽ ഒരു റെഡ് കളർ സെലക്ഷൻ കാണുന്നത്. സെക്കൻഡ് സ്ലൈഡ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും സെക്കൻഡ് സ്ലൈഡ് ഈ ലെഫ്റ്റിൽ ഈ റെഡ് കളറിലെ സെലക്ഷൻ വരും. റൈറ്റ് സൈഡിൽ നമ്മുടെ വർക്ക് ഏരിയയിൽ ആ രണ്ടാമത്തെ സ്ലൈഡ് ആയിരിക്കും നമുക്ക് വേണ്ടി ഡിസ്പ്ലേ ചെയ്യുന്നത്.
ഇപ്പോൾ ഞാൻ ഈ 3 സ്ലൈഡ് എനിക്ക് ഡിലീറ്റ് ചെയ്യുകയാണ്. ഞാൻ ഈ 3 സ്ലൈഡ് എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ, ഇപ്പോൾ ഒന്നുകിൽ നമുക്ക് ഓരോ സ്ലൈഡായിട്ട് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്ലൈഡ് സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിലെ ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് അടുത്ത സ്ലൈഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ സെലക്ഷൻസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ സെലക്ഷൻസ് എനേബിൾ ആക്കിയതിന് ശേഷം, സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ കീബോർഡിലെ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും എൻ്റെ സ്ലൈഡുകളെല്ലാം ഡിലീറ്റ് ആയി. നമ്മൾ ഈ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ പ്രധാനമാണ് സെക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രസൻറ്റേഷനെ സംബന്ധിച്ചിടത്തോളം, ഉദാഹരണത്തിന് നമ്മൾ ആൽഫബറ്റും നമ്പേഴ്സും കുട്ടികളെ പഠിപ്പിക്കുന്നതാണ്, ആൽഫബറ്റും നമ്പേഴ്സും. അപ്പം ഞാൻ ആൽഫബറ്റും പഠിപ്പിക്കുന്നുണ്ട്, ആൽഫബറ്റിലെ ABC എന്ന് പറയുന്ന 3 അക്ഷരവും പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ നമ്പേഴ്സിൽ 1, 2, 3 എന്ന് പറയുന്ന നമ്പേഴ്സും ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് 3 സ്ലൈഡ് വേണം. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഫസ്റ്റ് സ്ലൈഡിൽ വന്നു, അതിനകത്ത് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ ടെക്സ്റ്റോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളിലോട്ട് കിടന്നിട്ടില്ല. പക്ഷേ ഞാൻ ഇവിടെ ജസ്റ്റ് 1 എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുന്നു, നമ്പറാണിത്. ഓക്കെ, ഒരു സ്ലൈഡ്. സോ വീണ്ടും ഞാനൊരു സ്ലൈഡ് എൻ്റർ ചെയ്യുന്നു, 2, 2. രണ്ടാമത്തെ സ്ലൈഡ് കൊടുത്തു. ഞാൻ ഈ സ്ലൈഡിൻ്റെ തന്നെ കോപ്പി എടുക്കുകയാണ്, Ctrl+C. ഈ സ്ലൈഡിൻ്റെ തന്നെ കോപ്പി എടുക്കുക. ഒന്നുകിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കോപ്പി ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ കീബോർഡ് ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് Ctrl+C അടിക്കാം. അത് കഴിഞ്ഞ് Ctrl+V കൊടുക്കുന്ന സമയത്ത് നമ്മൾ എവിടെയാണോ വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം Ctrl+V കൊടുക്കുന്ന സമയത്ത് അവിടെ നമുക്ക് അതേ സ്ലൈഡ്, ഏതാണോ നമ്മുടെ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ സ്ലൈഡിൻ്റെ തന്നെ ഒരു കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എനിക്ക് എഡിറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമുണ്ട്, അല്ലെങ്കിൽ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും നോക്കണം. ഞാൻ അതുകൊണ്ട് 3 കൊടുത്തു. അപ്പം ഞാൻ 1, 2, 3 എന്ന് പറഞ്ഞ് 3 നമ്പേഴ്സ് കൊടുത്തു. ഇനി എന്താണ്, ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ് സെക്ഷൻസ് കൊടുക്കുക. ഓക്കെ, ആഡ് സെക്ഷൻ. സോ ഞാൻ ആഡ് സെക്ഷൻ കൊടുക്കുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ 2 സെക്ഷനായി. കണ്ടോ, ഒരു ഡിഫോൾട്ട് സെക്ഷനുമായി അതുപോലെ തന്നെ അൺടൈറ്റിൽഡ് സെക്ഷനുമായി. ഈ 2 സെക്ഷനെ എനിക്കിപ്പോൾ എന്ത് ചെയ്യാം, റീനെയിം ചെയ്യാം. അപ്പം ഞാൻ ഈ ഡിഫോൾട്ട് സെക്ഷൻ ഒരു പേര് കൊടുക്കുന്നു, നമ്പേഴ്സ്. ഓക്കെ, പേര് കൊടുത്തു, റീനെയിം നമ്പേഴ്സ്. അടുത്ത അൺടൈറ്റിൽഡ് സെക്ഷൻ, അടുത്ത് ഞാൻ ക്രിയേറ്റ് ചെയ്ത സെക്ഷൻ എന്താ കിടക്കുന്നു, അതിനെയും ഞാൻ എന്ത് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ഓപ്ഷൻ വരും, റീനെയിം സെലക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ഈ റീനെയിം സെലക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, റീനെയിം സെലക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സെക്ഷൻ്റെ പേര് കൊടുക്കാൻ സാധിക്കും. ഞാൻ ഇനി കൊടുക്കാൻ പോകുന്നത് ആൽഫബറ്റ്സ് ആണ്, ആൽഫബറ്റ്സ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ആൽഫബറ്റ്സ് ക്രിയേറ്റ് ചെയ്തു, റീനെയിം കൊടുത്തു. അതിനുശേഷം ഞാൻ വീണ്ടും ഈ 3 സ്ലൈഡ് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ ഈ 3 സ്ലൈഡ് സെലക്ട് ചെയ്ത് Ctrl+C കൊടുത്ത് കോപ്പി ചെയ്യുന്നു. ഞാൻ ഈ ആൽഫബറ്റ്സിൻ്റെ താഴെ Ctrl+V കൊടുത്ത് പേസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇനി ആൽഫബറ്റ്സ് ആണ് ഞാൻ ഇതിനകത്ത് കൊടുക്കാൻ പോകുന്നത്, A, B, C. ഓക്കെ, അപ്പോൾ ആ നമ്പേഴ്സ് ഒരു സെക്ഷനകത്ത്, ആൽഫബറ്റ്സ് മറ്റൊരു സെക്ഷനകത്ത്. അതുപോലെ നമുക്ക് ഈ സ്ലൈഡ്സിനെ നമ്മുടെ തംബ്നെയിൽ വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് സ്ലൈഡ്സിനെ ഓർഡർ റീഅറേഞ്ച് ചെയ്യാനും ഒക്കെ നമുക്ക് ഈ പറഞ്ഞ തംബ്നെയിൽ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ എനിക്ക് 3, 2, 1 എന്നുള്ള ഒരു ഓർഡറിലാണ് വരേണ്ടത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി, ഞാൻ 3 എന്ന് പറയുന്ന ഈ ഒരു സ്ലൈഡിനെ ക്ലിക്ക് ചെയ്ത് മൗസിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് എനിക്ക് ഏറ്റവും മുകളിൽ എവിടെയാണോ എൻ്റെ പൊസിഷനിൽ വേണ്ടത് അവിടെ കൊണ്ടിടാൻ പറ്റും. അടുത്ത് എനിക്ക് വേണ്ടത് 2 ആണെന്നുണ്ടെങ്കിൽ 2 എന്ന് പറയുന്ന സ്ലൈഡിനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് എനിക്ക് കൊണ്ടുവരാം. അപ്പോൾ കണ്ടോ, 3, 2, 1. ഇപ്പോൾ എനിക്ക് വന്നിരിക്കുന്നത് 3 ഫസ്റ്റ് സ്ലൈഡ്, 2 സെക്കൻഡ് സ്ലൈഡ്, 1. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ സെക്ഷൻസിൻ്റെ അകത്ത് നിന്ന് ഇപ്പോൾ ഒരു സെക്ഷനിൽ നിന്ന് മറ്റൊരു സെക്ഷനിലോട്ട് നമുക്കൊരു സ്ലൈഡിനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആൽഫബറ്റ്സിനകത്ത് എനിക്ക് 3 എന്ന് പറയുന്ന നമ്പർ ആൽഫബറ്റ്സ് എന്ന് പറയുന്ന സെക്ഷനകത്ത് കാണിക്കണം. ലോജിക്കലി അങ്ങനെ അല്ലെങ്കിൽ പോലും ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിലും എനിക്ക് എന്ത് ചെയ്യാം, ഈ 3 എന്ന് പറയുന്ന സ്ലൈഡിനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് എനിക്ക് എവിടെ കൊണ്ടുവരാം, ഇതാ ഇവിടെ ആൽഫബറ്റ്സിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ എവിടെയാണോ നമുക്ക് തംബ്നെയിലിൻ്റെ യൂസ് എന്ന് പറയുന്നത്, നമുക്ക് സ്ലൈഡ്സ് ക്രിയേറ്റ് ചെയ്യാം, സെക്ഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്ഷൻസ് നിങ്ങൾ പലപ്പോഴും ഉപയോഗിക്കാത്തൊരു കാര്യമായിരിക്കും. സെക്ഷൻസ് വളരെ യൂസ്ഫുള്ളാണ്.
കാര്യം പെട്ടെന്ന് നമുക്കൊരു ടോപ്പിക്കിലോട്ട് നമ്മൾക്കിപ്പോൾ ഒരു ടോപ്പിക്ക് പ്രസൻറ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിനകത്തൊരു 5 സെക്ഷൻസ് ഉണ്ടാവും. ഈ 5 സെക്ഷൻസിനെയും നമ്മൾ മിക്സ് ചെയ്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് എപ്പോഴും സ്ലൈഡ്സ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഇപ്പോൾ 1-2 സ്ലൈഡൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഒരുപാട് സ്ലൈഡുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാനും കൊളാപ്സ് ചെയ്യാനും മറ്റേ ഈ രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാനും കൊളാപ്സ് ചെയ്യാനും നിങ്ങൾക്ക് സെക്ഷൻസ് ക്രിയേറ്റ് ചെയ്താൽ സാധിക്കും. നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും സെക്ഷൻസ് ഉണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ സെക്ഷൻസിനെ പറ്റി കൂടെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നത്. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യം ഇതാണ്, എങ്ങനെയാണ് ഒരു പുതിയ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് പലതരത്തിൽ പല രീതിയിൽ എങ്ങനെ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഒരു സ്ലൈഡിനെ എൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, നമ്മൾ Ctrl+C Ctrl+V എടുത്ത് അതിൻ്റെ ആ സ്ലൈഡിൻ്റെ തന്നെ കോപ്പി ഞാൻ ചെയ്തായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ സ്ലൈഡ്സിനെ ഡ്രാഗ് ചെയ്ത് അതിൻ്റെ പൊസിഷൻസ് അതിൻ്റെ ഓർഡേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും റീപൊസിഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇതാണ് സ്ലൈഡ് മാനേജ്മെൻറ്റ്. നമ്മൾ ആദ്യം സ്ലൈഡ് മാനേജ്മെൻറ്റാണ് പഠിക്കേണ്ടത്. സ്ലൈഡ്സുകളെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, എങ്ങനെയാണ് ഒരു പുതിയ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു സ്ലൈഡിൻ്റെ കോപ്പി എടുക്കേണ്ടത്, എങ്ങനെയാണ് ഒരു സ്ലൈഡ് ഡിലീറ്റ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ടോപ്പിക്കിൽ ഉള്ളത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു ഇൻസേർട്ട് എ ഷേപ്പ്. നമുക്കൊരു ഷേപ്പ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഷേപ്സ് ഒരു പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു ഗ്രാഫിക്കൽ ഡിസൈനിങ്ങിൻ്റെ ഒരു കൺസെപ്റ്റിൽ വരുമ്പോൾ ഷേപ്സിന് വളരെ പ്രാധാന്യമുണ്ട്. പ്രധാനപ്പെട്ട ഡിസൈൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് ഷേപ്സിൽ നിന്നാണ്. അപ്പോൾ ഷേപ്സ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് നമ്മളിപ്പം തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്തതിനകത്ത് ഈ എങ്ങനെയാണ് ഒരു സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യുന്നതിനകത്ത് ഒരു ഷോർട്ട് കീ പറയാനായിട്ട് ഞാൻ മിസ്സായി പോയായിരുന്നു. നമുക്ക് ഇതേ സ്ലൈഡ്, ഒരു പുതിയ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്കൊരു ഷോർട്ട് കീ ഉപയോഗിക്കാം. ആ ഷോർട്ട് കീ എന്ന് പറയുന്നത് കീബോർഡിൻ്റെ Ctrl അതുപോലെ തന്നെ Ctrl M പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പുതിയ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഷേപ്സ് ഇൻസേർട്ട് ചെയ്യുന്നതിലോട്ട് പോവാം. ഷേപ്സ് വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ഞാൻ ഷേപ്സ് ആയിരുന്നാലും ടെക്സ്റ്റ് ആയിരുന്നാലും ശരി, അതുപോലെ പിക്ചേഴ്സ് ആയിരുന്നാലും എന്തായിരുന്നാലും ഒരു സ്ലൈഡിലോട്ട് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വാക്കിൽ തന്നെ ഉണ്ട് ഇൻസേർട്ട് ചെയ്യുക, അല്ലേ? അപ്പോൾ ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബിനുള്ളിലാണ് അതിനു വേണ്ടിയുള്ള ഓപ്ഷൻസ് എല്ലാം ഉള്ളത്. സോ ഈ കാണുന്ന ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബിനുള്ളിലാണ്. സോ ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബിനുള്ളിൽ പോയി കഴിഞ്ഞാൽ, നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കണ്ടോ ഇല്ലുസ്ട്രേഷൻസ്. സോ ഇല്ലുസ്ട്രേഷൻസ് എന്ന് പറയുന്ന റിബൺ ഗ്രൂപ്പിനുള്ളിലാണ് ഷേപ്സിൻ്റെ മെനു ഉള്ളത്. ഓക്കെ, സോ നമ്മൾ ഷേപ്പ് ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ സ്ലൈഡിൽ നമുക്ക് 2 ബോക്സ് കാണാം. കണ്ടോ, ഒരു ബോക്സിനകത്ത് ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്നും മറ്റൊരു ബോക്സിനകത്ത് ക്ലിക്ക് ടു ആഡ് സബ് ടൈറ്റിൽ എന്നും എഴുതിയിരിക്കുന്നത് കാണാം. ഇത് പവർ പോയിന്റ് നമ്മളൊരു ബ്ലാങ്ക് പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു ലേഔട്ട് ഡിഫോൾട്ടായിട്ട് PPT മീൻസ് മൈക്രോസോഫ്റ്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഡിഫോൾട്ടായിട്ടുള്ള ഒരു ലേഔട്ടാണ്. കാര്യം നമ്മളൊരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു ടൈറ്റിൽ ഉണ്ടാവും, ആ ടൈറ്റിലൊരു സബ് ടൈറ്റിൽ ഉണ്ടാവും. ആ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് കൊടുത്തിരിക്കുന്നതാണ്. നമ്മൾ അത് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് 2 ടെക്സ്റ്റ് ബോക്സസ് ആണ്. കണ്ടോ, ഈ കാണുന്ന 2 ടെക്സ്റ്റ് ബോക്സസ് ആണ്. നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ടെക്സ്റ്റ് ബോക്സുകൾ ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബിനകത്തുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഞാൻ എല്ലാം വളരെ സ്ക്രാച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായതുകൊണ്ട് ഞാൻ ഈ 2 ബോക്സസും ഞാൻ ഇതിനകത്തുനിന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. സോ 2 ബോക്സും ഡിലീറ്റ് ചെയ്യാനായിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത്, ഇതിപ്പോൾ വേറെ ഒരു കണ്ടന്റ് ബാക്കിൽ ഇല്ലാത്തതുകൊണ്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 ബോക്സും സെലക്ട് ആയത് കാണും. കണ്ടോ, 2 ടെക്സ്റ്റ് ബോക്സും സെലക്ട് ആയത് കാണാം. അതല്ല, നിങ്ങൾക്ക് ഈ ബോക്സ് സെപ്പറേറ്റ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഓരോ ബോക്സിൻ്റെയും ഏറ്റവും ബോർഡറിൽ കണ്ടായിരുന്നു ഒരു റണ്ണിങ് ലൈൻസ് പോകുന്നത്, അല്ലേ? ആ റണ്ണിങ് ലൈൻസിൽ എവിടെയെങ്കിലും വരുന്ന സമയത്ത് കണ്ടോ നമ്മുടെ മൗസിൻ്റെ കേഴ്സർ ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ സെലക്ട് ആയി. ഇപ്പോൾ ഒരെണ്ണം സെലക്ട് ആയി. ഞാനിനി അടുത്തത് പോയിട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, അടുത്ത ബോക്സിൻ്റെ ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്തത് സെലക്ട് ആയി. പക്ഷേ ഇവിടെ ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തതിന് ശേഷം അടുത്തത് സെലക്ട് ചെയ്തപ്പോൾ ആദ്യത്തെ സെലക്ഷൻ അവിടെ നിന്ന് വിട്ടുപോയി. ഇപ്പോൾ 2 മൾട്ടിപ്പിൾ സെലക്ഷൻ, നേരത്തെ നമ്മൾ സ്ലൈഡ് സെലക്ട് ചെയ്തതുപോലെ തന്നെ മൾട്ടിപ്പിൾ സെലക്ഷൻസ് നമുക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കീബോർഡിലെ ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക, അതിനുശേഷം രണ്ടാമത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഓൾറെഡി ഒരു സെലക്ഷൻ കിടപ്പുണ്ട്. ഞാൻ കീബോർഡിലെ ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഞാൻ രണ്ടാമത്തെ ബോക്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ 2 ബോക്സും സെലക്ട് ആയി. അതിനുശേഷം കീബോർഡിലെ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യും.
സോ ഇപ്പോൾ എൻ്റെ സ്ലൈഡ് അല്ല എൻ്റെ ബ്ലാങ്ക് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ അന്വർത്ഥമായി, അതിനകത്ത് ഒന്നുമില്ല, വളരെ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സ്ലൈഡാണ്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഷേപ്പ് ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. വളരെ എളുപ്പമാണ്. ഇൻസേർട്ട് എന്നതിനകത്ത് ഷേപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് പോവുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഷേപ്സ് കാണാം. ആ ഷേപ്സിൻ്റെയൊക്കെ കാറ്റഗറി വൈസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റീസെൻ്റ്ലി യൂസ്ഡ് ഷേപ്സ്, ലയൻസ്, റെക്റ്റാങ്കിൾസ്, ബേസിക് ഷേപ്സ്, അതുപോലെ തന്നെ ബ്ലോക്ക് ആരോസ്, ഇക്വേഷൻ ഷേപ്പ്, ഫ്ലോ ചാർട്ട്സ്, ഇങ്ങനെ ഒരുപാട് കാറ്റഗറി ഷേപ്പുകളുണ്ട്. ഓരോ ഷേപ്പുകൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഞാനിവിടെ ബേസിക് ആയിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് എടുക്കുകയാണ്, നോർമൽ റെക്റ്റാങ്കിൾ ഷേപ്പ്. ഞാൻ റെക്റ്റാങ്കിൾ ഷേപ്പ് എടുക്കുന്ന സമയത്ത് എൻ്റെ മൗസിൻ്റെ കഴ്സർ മാറി, മനസ്സിലാവുന്നില്ല. ഇതാ ഇപ്പോൾ ഡ്രോ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ഞാനിത് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഡ്രോ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഡ്രോ ചെയ്യുന്നതിലേക്കായിട്ട് മൗസിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് മൗസ് വിടാതെ തന്നെ ഡ്രാഗ് ചെയ്യുക കേട്ടോ. സോ ഞാൻ ഡ്രാഗ് ചെയ്യുന്നതനുസരിച്ച് ഈ ഷേപ്പ് ഇതിനകത്ത് വരും കണ്ടോ. ഞാൻ ഈ ഷേപ്പ് സെലക്ട് ചെയ്തു, ഞാൻ ഇൻസേർട്ട് ഷേപ്പിന് വന്നു, ഷേപ്പിനകത്തു നിന്ന് റെക്റ്റാങ്കുലർ സെലക്ട് ചെയ്തു, അതിനുശേഷം ഡ്രോ ചെയ്തു. മൗസ് റിലീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ റെക്റ്റാങ്കുലർ ആ ഒരു ഷേപ്പിനകത്ത് അല്ലെങ്കിൽ ആ ഒരു സ്ലൈഡിനകത്ത് ലഭിക്കും. ഇനി ഒരു ഷേപ്പിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഈ ഒരു ഷേപ്പ് ഞാൻ സെലക്ട് ചെയ്യുന്ന സമയത്ത്, ഞാനിപ്പോൾ വെളിയിൽ ഞാൻ സ്ലൈഡിൽ വേറെ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് നോക്കിക്കോണം. നമ്മുടെ ഏറ്റവും മുകളിലത്തെ ടാബ്സിൽ നോക്കിക്കഴിഞ്ഞാൽ വ്യൂ വരെയാണോ ടാബ് ഉള്ളത്, അല്ലേ? വ്യൂ വരെയാണ് ടാബ് ഉള്ളത്. പക്ഷേ ഞാൻ ഈ ഒരു ഷേപ്പ് സെലക്ട് ചെയ്യുന്ന സമയത്ത്, ഈ ഷേപ്പ് ഞാൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് മറ്റൊരു ഓപ്ഷനും കൂടെ ഇതിനകത്ത് എനേബിൾ ആയി കണ്ടോ. ഡ്രോയിങ് ടൂൾസിനകത്ത് ഫോർമാറ്റ്. കാര്യം എക്സലിൻ്റെ ഏറ്റവും വലിയൊരു ഈ 2010 മുതൽ എക്സലിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. കാര്യം എല്ലാ മെനൂസും കൂടെ അല്ലെങ്കിൽ എല്ലാ ടാബ്സും കൂടെ ഒരുമിച്ചിട്ട് നമുക്ക് യൂസറിനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് ആവശ്യമുള്ള സമയത്ത് മാത്രം ഡിസ്പ്ലേ ചെയ്താൽ മതി. ഷേപ്പ് അല്ലെങ്കിൽ ഡ്രോയിങ് ടൂൾസിനകത്തുള്ള ഒരു ഷേപ്പ് വരച്ച് കഴിഞ്ഞ് ആ ഷേപ്പിനെ എന്തെങ്കിലും ഫോർമാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രമേ എന്തിൻ്റെ ആവശ്യമുള്ളൂ, ഈ പറഞ്ഞ ഫോർമാറ്റ് എന്ന് പറയുന്ന മെനുവിൻ്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് ഷേപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ സമയത്ത്. അപ്പോൾ നിങ്ങൾ ഷേപ്പ് വരച്ചിട്ട് വെളിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മെനു കിട്ടത്തില്ല. ഷേപ്പ് വരച്ചതിന് ശേഷം ആ ഷേപ്പിനെ എന്തെങ്കിലും മോഡിഫൈ ചെയ്യാനുണ്ടെങ്കിൽ, ഷേപ്പിനെ നിങ്ങൾക്ക് ഫോർമാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷേപ്പ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനെ ഫോർമാറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കിട്ടും. ഓക്കെ, ശരി. ഞാൻ ഒന്നുകൂടെ ഒരു ഷേപ്പ് വരയ്ക്കുകയാണ്. ഞാൻ ഒരു ഇൻസേർട്ടിൽ പോകുന്നു, ഷേപ്സിനകത്തുനിന്ന് ഞാൻ ഒരു സർക്കിള്, ഓക്കെ, ഞാനൊരു സർക്കിൾ ഷേപ്പ് ഞാനവിടെ വരയ്ക്കുക. ഓക്കെ, സോ ഞാൻ ക്ലിക്ക് ചെയ്തു, ഡ്രാഗ് ചെയ്തു, വരച്ചു. ഓക്കെ, സോ ഞാനൊരു റെക്റ്റാങ്കുലർ ഷേപ്പ് വരച്ചു. അതുപോലെ തന്നെ ഞാനൊരു സർക്കുലർ ഷേപ്പും വരച്ചു. ഇനി അടുത്ത് ഞാൻ വീണ്ടും ഒരു ഷേപ്പ് ഇൻസേർട്ട് ചെയ്യുകയാണ്. ഇൻസേർട്ട് ഷേപ്പ്, ഞാനൊരു ഓക്കെ ഒരു റൗണ്ടഡ് റെക്റ്റാങ്കിൾ ഞാനിവിടെ വരയ്ക്കുകയാണ്. റൗണ്ടഡ് റെക്റ്റാങ്കിൾ ഇവിടെ വരച്ചു. സോ ഈ മൂന്ന് ഡിഫറെൻറ്റ് ഷേപ്സ് ആണ്. ഒരെണ്ണം എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ ആണ്, ഒരെണ്ണം എലിപ്സ് ആണ്, ഒരെണ്ണം റൗണ്ടഡ് റെക്റ്റാങ്കിൾ ആണ്. ഈ ഓരോന്ന് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ സെലക്ഷനിൽ തന്നെ പല കാര്യങ്ങൾ കാണാം കണ്ടോ. ഈ സെലക്ഷൻ ആയിരിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ ചുറ്റും ഒരു ചെറിയ വൃത്താകൃതിയിലുള്ള സെലക്ഷൻ നമുക്ക് കാണാം. ഓരോ ഇടത്തും നമുക്ക് സെലക്ഷൻ കാണാം. കൂടാതെ ഏറ്റവും മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പിനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ഡയറക്ഷനിൽ നമുക്ക് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഇതിനെ ക്ലിക്ക് ചെയ്യുകയാണ് കണ്ടോ. ഇതിനെ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ഡയറക്ഷനിൽ ഇതിനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ കൺട്രോൾ ഇസഡ് കൊടുക്കുകയാണ്. കൺട്രോൾ ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടോ ആണ്. അണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോൾ ചെയ്ത ഒരു സ്റ്റെപ്പ് ഞാനിപ്പോൾ എന്തോ ചെയ്തു, ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ചെയ്തു, ഈ സ്റ്റെപ്പിൽ നിന്നും പഴയ സ്റ്റെപ്പിലോട്ട് പോകാനായിട്ടാണ് അണ്ടോ ഉപയോഗിക്കുന്നത്. സോ കൺട്രോൾ ഇസഡ് കൊടുത്തു, അണ്ടോ. ഈ സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതേ റൊട്ടേഷൻ ഓപ്ഷൻ അവൈലബിൾ ആണ്. റൗണ്ടഡ് റെക്റ്റാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വൈറ്റ് കളർ സർക്കിൾസും ഈ പറഞ്ഞ റൊട്ടേറ്റ് ചെയ്യാനുമായിട്ടുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ സെലക്ഷനകത്ത് ഇതിനകത്ത് കണ്ടോ ഈ റൗണ്ടഡ് സർക്കിൾസ്, ഈ സർക്കിൾസ് എന്ന് പറയുന്നത് നമുക്കിതിനെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ടുള്ള പോയിന്റ്സ് ആണ്. ട്രാൻസ്ഫോം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനെ വലുതാക്കാനും ചെറുതാക്കാനും ഒക്കെ അങ്ങനെയുള്ള മോഡിഫിക്കേഷൻ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ്. നമ്മൾ മൗസ് പതുക്കെ ഈ വൈറ്റ് കളറിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് എനിക്കിതിനെ മോഡിഫൈ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കിട്ടി. അപ്പോൾ എനിക്കിതിനെ എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എനിക്ക് സ്കെയിൽ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ നമുക്ക് ആ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും.
അതുപോലെ തന്നെ ചില ഷേപ്സിന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റൗണ്ടഡ് ഷേപ്സിൽ നോക്കുന്ന സമയത്ത് നമുക്കൊരു വൈറ്റ് സർക്കിൾ കൂടാതെ ഒരു യെല്ലോ സർക്കിളും കൂടെ ട്രാൻസ്ഫോം ചെയ്യാൻ തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ഷേപ്പിനെ മോഡിഫൈ ചെയ്യാൻ ഒരു യെല്ലോ സർക്കിളും കൂടെ അതിനകത്ത് കാണാം. കാര്യം ഇതൊരു റൗണ്ടഡ് റെക്റ്റാങ്കിൾ ആണ്. റൗണ്ടഡ് റെക്റ്റാങ്കിൾ മീൻസ് അതിൻ്റെ കോർണേഴ്സ് റൗണ്ടഡ് ആണ് അല്ലേ. മറ്റേതെന്ന് പറയുമ്പോഴത്തേക്കും ഷാർപ്പ് എഡ്ജിലാണ്. പക്ഷെ റൗണ്ടഡ് റെക്റ്റാങ്കിളിൽ ഈ പറഞ്ഞ കോർണേഴ്സ് റൗണ്ടഡ് ആണ്. ഈ റൗണ്ടിൻ്റെ അളവ് എത്രത്തോളം വേണം എന്നുള്ളത് തീരുമാനിക്കുന്നതാണ്, ആ ഒരു മോഡിഫിക്കേഷൻ നടത്തുന്നതാണ് ഈ യെല്ലോ കളർ. ഞാൻ അതിലോട്ട് മൗസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കണ്ടോ, എനിക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ വലിപ്പം നമുക്ക് കൂട്ടാനും എത്ര റൗണ്ടഡ് ഏരിയ എത്ര വേണം എന്ന് എനിക്ക് തീരുമാനിക്കാനായിട്ടുള്ള ഓപ്ഷൻ എനിക്കതിനകത്ത് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ചെയ്തത് എൻ്റെ വർക്ക് ഏരിയയാണ് ഞാൻ സൂം ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. വർക്ക് ഏരിയ സൂം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ ഏറ്റവും താഴെയുള്ള സൂം വിൻഡോയിൽ പോവാം, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് മൗസിൻ്റെ മിഡിലുള്ള വീല് അങ്ങോട്ട് സ്ക്രോൾ അപ്പ് ചെയ്യുക അല്ലെങ്കിൽ സ്ക്രോൾ ഡൗൺ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് സൂം ഇന്നും സൂം ഔട്ടും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സൂം ഇന്ന് സൂം ഔട്ട്. സോ അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത്? ഈ ഷേപ്പിനെ തന്നെ നമുക്ക് വേറെ പല രീതിയിൽ മോഡിഫൈ ചെയ്യാം, ഫോർമാറ്റ് ചെയ്യാം. എങ്ങനെയാണ് ഈ ഷേപ്പിനെ ഫോർമാറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒന്ന്, ഇപ്പം ഈ ഒരു ഷേപ്പ് നമ്മൾ സെലക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ആ ഷേപ്പിനെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് അല്ലേ. എന്താണ്? ഒന്ന്, ആ ഷേപ്പിൻ്റെ ഉള്ളിലുള്ള കളർ കണ്ടോ, ആ ഷേപ്പിനുള്ളിൽ ഒരു കളറുണ്ട്. ആ കളറിനെ, ആ ഏരിയ നമ്മൾ പറയുന്നതാണ് ഫിൽ ഏരിയ. ഓക്കെ, ഈ അകത്തുള്ള ഏരിയ പറയുന്നതാണ് ഫിൽ ഏരിയ. അതുപോലെ തന്നെ ഏറ്റവും പുറത്തൊരു ലൈനുണ്ട് കണ്ടോ, ഈ കാണുന്ന ലൈൻ എന്ന് പറയുന്നത് അതിനെ നമ്മൾ പറയുന്നതാണ് ബോർഡർ. ഇപ്പം ഏതൊരു ഷേപ്പിനായിരുന്നാലും രണ്ട് പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ട്. ഒന്ന് അതിൻ്റെ ഫിൽ ഏരിയ, അതിനകത്തുള്ള ഏരിയ, അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രോക്ക് അല്ലെങ്കിൽ അതിൻ്റെ ബോർഡേഴ്സ്. ഈ രണ്ട് ഏരിയയാണ് പ്രധാനമായിട്ട് വരുന്നത്. ഈ രണ്ട് ഏരിയയുടെയും കളർ മോഡിഫൈ ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനുവേണ്ടി ഷേപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ഫോർമാറ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിലോട്ട് പോവുക. ഫോർമാറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കണ്ടോ ഷേപ്പിൻ്റെ സ്റ്റൈല്, ഡിഫോൾട്ടായിട്ടുള്ള ഒരുപാട് സ്റ്റൈലുകളുണ്ട്. നിങ്ങൾക്ക് തന്നെ ഇതിനകത്തുനിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. എക്സൽ തന്നെ ഡിഫോൾട്ടായിട്ട് തന്നിരിക്കുന്ന ഒരുപാട് സ്റ്റൈലുകളുണ്ട്. നമ്മൾ അതിലോട്ടൊന്നും പോകുന്നില്ല. നമ്മൾ മോഡിഫൈ ചെയ്യുന്നത്, കസ്റ്റമൈസ് ചെയ്യണം, നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇവിടെ കണ്ടോ ഷേപ്പിൻ്റെ ഫിൽ. അപ്പോൾ ഷേപ്പിൻ്റെ ഫിൽ കളറാണ് നിങ്ങൾക്ക് മാറ്റേണ്ടതെങ്കിൽ നിങ്ങൾ ഏത് ഉപയോഗിക്കുക? ഈ ഓപ്ഷൻ ഉപയോഗിക്കുക. ഇനി അതുപോലെ തന്നെ ഷേപ്പിൻ്റെ ഔട്ട്ലൈൻ ആണ് നിങ്ങൾക്ക് മാറ്റേണ്ടതെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ഉപയോഗിക്കുക. ഇവിടെ ഞാൻ ഷേപ്പ് സെലക്ട് ചെയ്തു. ഷേപ്പിൻ്റെ കളർ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഫില്ലിനകത്ത് ഒരുപാട് കളർ ഓപ്ഷൻ ഉണ്ട് കണ്ടോ. പല കളറിൻ്റെയും ഗ്രേഡിയൻ ലെവലിൽ തന്നെ അത് കാണിക്കുന്ന ഓപ്ഷൻസ് ഉണ്ട്. ഞാനിവിടെ ഒരു സെലക്ട് ചെയ്യുന്നു, ഒരു ഓറഞ്ച് കളർ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഒരു ഓറഞ്ച് കളർ സെലക്ട് ചെയ്യും. അപ്പം ഞാനിപ്പോൾ ഏത് കളറാണ് ചേഞ്ച് ചെയ്തത്? ഇതിൻ്റെ ഫിൽ കളറാണ് ചേഞ്ച് ചെയ്തത്. ഈ ഒരു ഷേപ്പിൻ്റെ ഫിൽ അകത്തുള്ള കളർ മാത്രമാണ് ചേഞ്ച് ചെയ്തത്. വെളിയിലുള്ള ലൈൻ ഇപ്പോഴും പഴയ അതേ കളറിൽ നിൽക്കുകയാണ്. അപ്പോൾ എനിക്കിനി ആ കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ സെലക്ട് ചെയ്യും. അതിനുശേഷം എന്താണ് ഷേപ്പ് ഔട്ട്ലൈനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിനകത്ത് ഞാൻ ഓറഞ്ചിൻ്റെ ഡാർക്ക് ഓറഞ്ച് കളർ ഞാൻ കൊടുത്തു കണ്ടോ. അപ്പോൾ അതാ നോക്കി, ഒരു ബ്രൗൺ കളറും അകത്ത് ഓറഞ്ച് കളർ. സോ ഫിൽ ഏരിയ ഞാൻ ഓറഞ്ച് കളറിലും ഫില്ല് ചെയ്തു. അതുപോലെ തന്നെ ഔട്ട്ലൈൻ ഏരിയ ഞാൻ ഡാർക്ക് ബ്രൗൺ കളറിലും ഫില്ല് ചെയ്തു. സോ ഇങ്ങനെയാണ് നമ്മൾ ഫില്ലും അതുപോലെ തന്നെ ഔട്ട്ലൈനും മോഡിഫൈ ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത സർക്കിളിൽ ചെയ്ത് നോക്കാം. ഏത് ഷേപ്പ് ആയിരുന്നാലും സെലക്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഓപ്ഷൻ കിട്ടത്തുള്ളൂ. ഇവിടെ ഫോർമാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ അല്ലാതെ കാണാനായിട്ട് സാധിക്കില്ല. സോ അടുത്തത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും എന്ത് ഓപ്ഷൻ കിട്ടുകയാണ്? ഫോർമാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടുകയാണ്. ഫോർമാറ്റിനകത്ത് പോയി ഇവിടെ ഞാൻ ഷേപ്പ് ഫില്ല് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇതേ കളറാണ് കൊടുക്കേണ്ടത്. ഈ കാണുന്ന അതേ കളറാണ് എനിക്ക് കൊടുക്കേണ്ടത് ഇതിൻ്റെ ഫില്ലും. പക്ഷേ എനിക്ക് ആ കളർ ഇതിലേതാണെന്ന് എനിക്ക് കണ്ടെത്താൻ സാധിക്കില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഉപയോഗിക്കാം? ഐ ഡ്രോപ്പർ ടൂള്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് ഐ ഡ്രോപ്പർ ടൂൾ എന്ന് പറയുന്നത്. ഈ ഐ ഡ്രോപ്പർ ടൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ
ഐ ഡ്രോപ്പർ ടൂൾ എടുക്കുന്ന സമയത്ത് നമുക്ക് കണ്ടോ, നമ്മുടെ മൗസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു ഐ ഡ്രോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിക്ക് ചെയ്യാൻ, കളർ പിക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനെ കാണും. ഞാൻ എവിടെയാണോ നിൽക്കുന്നത്, ഞാനിപ്പോൾ കണ്ടോ ഇതിൽ വരുമ്പോൾ നീല കളർ, ഇതിൽ വരുമ്പോൾ വെള്ള കളർ, ഇതിൽ വരുമ്പോൾ ഓറഞ്ച് കളർ. ഇപ്പം പിക്ക് ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് മൗസ് ഡ്രാഗ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഈ ഓറഞ്ച് കളറാണ് ഇങ്ങോട്ട് വേണ്ടതെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി, ഞാൻ ആ ഷേപ്പ് ഫില്ലിൽ നിന്നാണ് സെലക്ട് ചെയ്തത്, അതിനുശേഷം ഞാൻ എന്ത് സെലക്ട് ചെയ്താൽ മതി, ഈ ഓറഞ്ച് സെലക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിനകത്ത് ഓറഞ്ച് കിട്ടി. സെയിം ഓപ്ഷൻ നമുക്ക് ഏതിനകത്തും ഉണ്ട്, ഔട്ട്ലൈനിലും ഉണ്ട്. ഔട്ട്ലൈനിലും നമുക്ക് എന്ത് ഓപ്ഷൻ ഉണ്ട്, ഐ ഡ്രോപ്പർ ഉണ്ട്. ഐ ഡ്രോപ്പർ എടുത്ത് ഇതിൻ്റെ ഔട്ട്ലൈൻ കളർ, ഈ ബ്രൗൺ കളറാണ് വേണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതിനകത്ത് കൊടുക്കും. ഓക്കെ, ഇനി അടുത്ത് ഓരോ ടെക്സ്റ്റ്, നമ്മുടെ ഈ ഒരു ഷേപ്പും ഒരു ടെക്സ്റ്റ് ബോക്സ് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ ഒരു ഷേപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതിനകത്ത് ടൈപ്പ് ചെയ്യുകയാണ് ANJU. ഓക്കെ, അഞ്ജു എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഞാൻ എൻ്റെ പേര് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിനകത്ത് ടെക്സ്റ്റ് ബോക്സ് വന്നു. ഞാൻ വെറുതെ ഷേപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ANJU എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് എന്ത് കിട്ടി, എനിക്കിതിനകത്ത് ഈ പറഞ്ഞ ഓപ്ഷൻ എനിക്ക് കൃത്യമായിട്ട് കിട്ടി. അതിനോടൊപ്പം തന്നെ എനിക്ക് എന്താണ് കിട്ടുന്നത്, എനിക്ക് ഈ ഫോർമാറ്റിനകത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ടെക്സ്റ്റിനും മറ്റൊരു ഫിൽ ഏരിയ കാണാം. കണ്ടോ, ഈ ഫോർമാറ്റിനകത്ത് കണ്ടോ, ടെക്സ്റ്റ് ഏരിയ അല്ലെങ്കിൽ ടെക്സ്റ്റിനെ ഫിൽ ചെയ്യാൻ, ടെക്സ്റ്റിൻ്റെ ഔട്ട്ലൈൻ കൊടുക്കാൻ, ടെക്സ്റ്റിന് എഫക്ട്സ് കൊടുക്കാനൊക്കെ കൂടെയും എനിക്കിതിനകത്ത് ഓപ്ഷൻസ് കാണാം. ഇപ്പോൾ എനിക്ക് ഇവിടെ ഒരു യെല്ലോ കളറിലാണ് എൻ്റെ ടെക്സ്റ്റ് ഫില്ല് ചെയ്യേണ്ടതെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, യെല്ലോ കളർ എനിക്ക് കൊടുക്കാം. ഓക്കെ, സോ അപ്പോൾ ഇവിടെ എൻ്റെ യെല്ലോ കളറിൽ ഞാൻ ടെക്സ്റ്റ് കൊടുത്തു. സോ അതുപോലെ തന്നെ സെലക്ട് ചെയ്തതിന് ശേഷം എനിക്ക് ടെക്സ്റ്റിൻ്റെ ഔട്ട്ലൈൻ, ഇപ്പോൾ എനിക്ക് ഔട്ട്ലൈൻ ഒരു ബ്ലാക്ക് കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളർ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കണ്ടോ ടെക്സ്റ്റിൻ്റെ ഫില്ല്, ടെക്സ്റ്റിൻ്റെ ഔട്ട്ലൈൻ ബ്ലാക്ക് കളറിലോട്ട് ഞാൻ കൊടുത്തു. സോ എല്ലാ ഷേപ്പും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ഓരോ ഷേപ്പും എന്താണ്, നമുക്ക് ഓരോ ഷേപ്പും ഒരു ടെക്സ്റ്റ് ബോക്സും കൂടെയാണ്. ആ ടെക്സ്റ്റ് ബോക്സ് നമുക്ക് ഈ ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യാനും ഉപയോഗിക്കാം. പക്ഷെ ഒരു പ്രൊഫഷണൽ ലെവലിൽ പോകുമ്പോൾ നമുക്ക് ഈ ടെക്സ്റ്റിനെ മോഡിഫൈ ചെയ്യുന്നതിന് ഒരുപാട് പരിധികളുണ്ട്. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ എനിക്ക് അലൈൻ ചെയ്യാം. എങ്ങനെ അലൈൻ ചെയ്യാം? ഫോർ എക്സാമ്പിൾ, എൻ്റെ ഹോം ടാബിൽ പോയി കഴിഞ്ഞാൽ എനിക്കിതിനെ ലെഫ്റ്റ് അലൈൻ ചെയ്യാം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആ ടെക്സ്റ്റിനെ അലൈൻ ചെയ്യുന്നതിലേക്ക് വേണ്ടിയാണ്, അലൈൻമെൻറ്റ് ചെയ്യുന്നതിലേക്ക് വേണ്ടി നമ്മൾ ഹോമിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ പാരഗ്രാഫ് എന്ന് പറയുന്ന റിബൺ ഗ്രൂപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അലൈൻമെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. ഈ അലൈൻമെൻറ്റിനകത്ത് ലെഫ്റ്റ് അലൈൻ, അതുപോലെ തന്നെ സെൻറ്റർ അലൈൻ, അതുപോലെ റൈറ്റ് അലൈൻ, ഇതൊക്കെ ഓപ്ഷനുണ്ട്. കൂടാതെ അലൈൻ ടെക്സ്റ്റിനകത്ത് ടോപ്പ് അലൈൻ, അലൈൻ മിഡിലുണ്ട്, അലൈൻ ബോട്ടം ഉണ്ട്. ഇങ്ങനെയൊക്കെ 3-4 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പക്ഷേ എനിക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ആ ടെക്സ്റ്റിനെ ഒരു സ്പെസിഫിക് ഏരിയ, ഈ ഒരു ഏരിയയിലോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും എനിക്കതിനെ മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താണ്, എനിക്ക് അലൈൻ ചെയ്യാൻ പറ്റുന്നത് ലെഫ്റ്റ്, മാക്സിമം എനിക്ക് അലൈൻ ചെയ്യാൻ പറ്റുന്നത് ലെഫ്റ്റിൽ ഈ 3 സ്ഥലത്ത് അലൈൻ ചെയ്യാം. ലെഫ്റ്റ്, ടോപ്പ്, മിഡില്, ഇനി സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ടോപ്പ്, മിഡില്, ബോട്ടം, ഇത് അങ്ങനെ എനിക്ക് അലൈൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എനിക്കിഷ്ടമുള്ള ഒരു ഏരിയയിലോട്ട് ഒരു കാരണവശാലും ആ ടെക്സ്റ്റിനെ കൊണ്ടുവരാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും പ്രൊഫഷണൽ ലെവലിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടെക്സ്റ്റിനെ സെപ്പറേറ്റും ഷേപ്പിനെ സെപ്പറേറ്റുമാണ് ഇൻസേർട്ട് ചെയ്യാറുള്ളത്. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ടെക്സ്റ്റ് ബോക്സ് ഇൻസേർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പഠിച്ചത് എങ്ങനെയാണ് ഒരു ഷേപ്പ് ഇൻസേർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ടെക്സ്റ്റ് ബോക്സ് ഇൻസേർട്ട് ചെയ്യുന്നത്. ടെക്സ്റ്റ് ബോക്സും ഇൻസേർട്ട് ചെയ്യുന്നതിലേക്കായിട്ട് നമുക്ക് ഇൻസേർട്ടിൽ തന്നെ പോവുക. ഇൻസേർട്ട് എന്ന് പറയുന്ന മെനുവിൽ പോവുക. ഇൻസേർട്ട് എന്ന് പറയുന്ന മെനുവിൽ പോകുന്ന സമയത്ത് നമുക്ക് ടെക്സ്റ്റിൻ്റെ ഒരു ഏരിയ കാണാം. കണ്ടോ, ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു റിബൺ ഗ്രൂപ്പ് കാണാം. അതിനകത്തു നിന്നാണ് നമ്മൾ എന്ത് ഇൻസേർട്ട് ചെയ്യുന്നത്, ടെക്സ്റ്റ് ബോക്സ് ഇൻസേർട്ട് ചെയ്യുന്നത്. സോ ടെക്സ്റ്റ് ബോക്സ് ഞാൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തതിന് ശേഷം 2 രീതിയിൽ നമുക്ക് ടെക്സ്റ്റ് ബോക്സ് ഇൻസേർട്ട് ചെയ്യാം. 2 രീതിയിലെന്ന് പറയുമ്പോഴത്തേക്കും, ഒന്നെന്ന് പറയുന്നത് നമുക്ക് ടെക്സ്റ്റ് ബോക്സ്, ടെക്സ്റ്റിനെ നമുക്ക് എവിടെയെങ്കിലും വെച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ടൈപ്പ് ചെയ്ത് പോവാം. പക്ഷെ ഇപ്പൊ ടൈപ്പ് ചെയ്ത് പോകുന്ന സമയത്ത് ഇത് ഒരിടത്തും ഒരു സ്റ്റോപ്പ് വരുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പോവുക. ഞാൻ ഇനി എത്ര ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും അത് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. കണ്ടോ, അത് ഒരു രീതിയിലുള്ള ടെക്സ്റ്റ് ബോക്സ് ഇൻസേർട്ട്.
ഇനി മറ്റൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസേർട്ടിൽ തന്നെ ടെക്സ്റ്റ് ബോക്സിൽ പോയതിനു ശേഷം ക്ലിക്ക് ചെയ്ത് എനിക്ക് വേണ്ട ഏരിയ, ഫോർ എക്സാമ്പിൾ എനിക്ക് ഇത് മുതൽ ഇതിനകത്താണ് ടെക്സ്റ്റ് നിൽക്കേണ്ടത്. ഞാനിങ്ങനെ ഡ്രാഗ് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ എനിക്കിതാകണ്ടോ, എനിക്ക് ഇതിനകത്ത് ഇനി ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ ടൈപ്പ് ചെയ്ത് കണ്ടോ, റാപ്പ് ചെയ്ത് അത് കൃത്യമായിട്ടും ആ ഒരു സ്പേസിനകത്ത് തന്നെയായിരിക്കും നിൽക്കുന്നത് കണ്ടോ. ഇപ്പോൾ രണ്ട് രീതിയിലാണ് ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യാൻ വന്നത്. ഒന്ന്, നമ്മളൊരു സ്പെസിഫിക് ഷേപ്പിൽ വരച്ചു കഴിഞ്ഞാൽ, സ്പെസിഫിക് ഏരിയ വരച്ചു കഴിഞ്ഞാൽ ആ ഏരിയക്കകത്ത് കൃത്യമായിട്ട് റാപ്പ് ചെയ്ത് നിൽക്കും. മറ്റൊന്നെന്ന് പറയുന്നത് ടെക്സ്റ്റ് ബോക്സ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെറുതെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് നമുക്ക് എങ്ങനെ വേണോ കേട്ടോ, എത്ര ദൂരം വേണോ പോകും അതിനകത്ത്. ഇനി ഇതിനെ നമുക്ക് മോഡിഫൈ ചെയ്യാം. എങ്ങനെ? ഈ പറഞ്ഞ ട്രാൻസ്ഫോം പോയിന്റ്സിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഷേപ്പ്, എനിക്ക് ഇത്രയും ഏരിയയിലാണ് എൻ്റെ ടെക്സ്റ്റ് വേണ്ടത്, എനിക്കത് ക്ലിക്ക് ചെയ്ത് എനിക്കത് കറക്റ്റ് ചെയ്യാം കണ്ടോ. ഇനി ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ഷേപ്പ് ആയിരുന്നാലും ശരി, ടെക്സ്റ്റ് ആയിരുന്നാലും ശരി, നമ്മൾ ഇതിനെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈ പോയിന്റിൽ നമ്മൾ ഇതിനകത്ത് കുഴപ്പമില്ല ഇതിനകത്ത്, പക്ഷേ ടെക്സ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിനകത്ത് വെച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഈ ബോർഡർ, ഈ റണ്ണിങ് ലൈൻസ് കാണുന്ന ഈ ബോർഡറിൽ കൊണ്ടുവന്നിട്ട് വേണം ഞാൻ അതിനെ എന്ത് ചെയ്യാൻ? മൂവ് ചെയ്യാനായിട്ട് കണ്ടോ, മൂവ് ചെയ്ത് കൊണ്ടുവയ്ക്കാനായിട്ട്. സോ ഈ ടെക്സ്റ്റിന്റെ ഏറ്റവും വലിയൊരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ടെക്സ്റ്റ് ബോക്സിനെ എനിക്ക് ഏതിനകത്ത് കൊണ്ടുവയ്ക്കാം? എനിക്ക് എൻ്റെ ഷേപ്പിനുള്ളിൽ കൊണ്ടുവയ്ക്കാം. എൻ്റെ ആവശ്യത്തിനനുസരിച്ച് എനിക്ക് എങ്ങനെയാണോ വേണ്ടത് ആ രീതിയിൽ തന്നെ എനിക്ക് എന്ത് ചെയ്യാം? ഒരു ഷേപ്പിനുള്ളിലോട്ട് ടെക്സ്റ്റിനെ കൊണ്ടുവരാം. ഈ ടെക്സ്റ്റിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് ടെക്സ്റ്റ് ആയിരുന്നാലും ഷേപ്പ് ആയിരുന്നാലും നമുക്ക് ഏത് ഓപ്ഷൻ ഉണ്ട്? ഈ ടെക്സ്റ്റ് എന്ന് പറയുന്നതിന് നമുക്ക് ഈ ഫോർമാറ്റ് ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ് കണ്ടോ. ഫോർമാറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇതും ഒരു ഷേപ്പ് തന്നെയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനകത്തും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നിങ്ങൾക്ക് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം, ഷേപ്പായിട്ട് ഫില്ല് ചെയ്യാം. കൂടാതെ നിങ്ങൾക്ക് അതിൻ്റെ ടെക്സ്റ്റ് കളർ ഇവിടെ നിന്ന് ഫില്ല് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ വൈറ്റ് ആണോ അല്ലെങ്കിൽ ഒരു വൈറ്റ് കളറാണ് വേണ്ടതെങ്കിൽ വൈറ്റ് കളർ കൊടുക്കാം, അല്ലെങ്കിൽ ലൈറ്റ് ഗ്രേ ആണെങ്കിൽ ലൈറ്റ് ഗ്രേ കൊടുക്കാം നിങ്ങൾക്ക്. സോ എപ്പോഴും നല്ലതെന്ന് പറയുന്നത് ടെക്സ്റ്റ് ബോക്സും അതുപോലെ തന്നെ ഷേപ്പും സെപ്പറേറ്റ് ഉപയോഗിക്കുക. മറ്റേത് നമുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് കൂടുതൽ ലഭിക്കും. നമ്മൾ ടെക്സ്റ്റ് ബോക്സിനെയും ഷേപ്പിനെയും സെപ്പറേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കൂടുതൽ ലഭിക്കും. അപ്പം ഞാനിവിടെ ഈ ഷേപ്പിനെ അങ്ങ് ഡിലീറ്റ് ചെയ്യുകയാണ്. ഈ ഷേപ്പിനെ, ടെക്സ്റ്റ് ബോക്സിനെ ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. അപ്പം ഇവിടെ ഒരു ബുദ്ധിമുട്ട് വരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഷേപ്പിനെ ഞാൻ ഇങ്ങോട്ട് നീക്കുന്ന സമയത്ത് ഈ ടെക്സ്റ്റ് വരത്തില്ല. ഓക്കെ, സോ അതിന് പവർ പോയിന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു നല്ലൊരു ഓപ്ഷനാണ് ഗ്രൂപ്പിംഗ്. സോ ഗ്രൂപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഒബ്ജക്ട്സിനെ, ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ബോക്സിനെയും അതുപോലെ തന്നെ ഒരു ഷേപ്പിനെയും നമുക്ക് എന്ത് ചെയ്യാം? ഗ്രൂപ്പ് ചെയ്യാം. സോ ഗ്രൂപ്പ് ചെയ്യുന്നതിന് എന്താ ചെയ്യേണ്ടത്? ഞാൻ ആദ്യം നമുക്ക് സെലക്ട് ചെയ്യേണ്ട ഏതാണോ നമുക്ക് വേണ്ടത്, സെലക്ട് ചെയ്യേണ്ട രണ്ടും നമുക്ക് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ രണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്, ടെക്സ്റ്റ് ബോക്സും സെലക്ട് ചെയ്തിട്ടുണ്ട്, ഷേപ്പും സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഫോർമാറ്റിനകത്ത് അറേഞ്ച് എന്ന് പറയുന്ന ഓപ്ഷനകത്ത് വന്നതിന് ശേഷം അറേഞ്ച് എന്ന് പറയുന്ന ഓപ്ഷനകത്ത് വന്നതിന് ശേഷം അവിടെ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം കണ്ടോ, ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഗ്രൂപ്പ് ചെയ്യാം. ഇത് ഗ്രൂപ്പ് ചെയ്യുന്നതോടുകൂടി ഈ ഷേപ്പ് ലെയറും അതുപോലെ തന്നെ ഈ കാണുന്ന ടെക്സ്റ്റ് ലെയർ, ഇത് രണ്ടും ഒരു ഗ്രൂപ്പിനകത്തോട്ട് മാറും. ഗ്രൂപ്പ് കണ്ടോ, ഒരൊറ്റ ബോക്സായി കണ്ടോ. ഇപ്പം എനിക്ക് വളരെ ഈസി ആയിട്ട് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ട് മാറ്റി വയ്ക്കാനും ട്രാൻസ്ഫോം ചെയ്യാൻ ഉൾപ്പെടെ, ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ വരെ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് മീൻസ് ടെക്സ്റ്റിനകത്തുള്ള കണ്ടന്റ് മാറുന്നില്ല, പക്ഷെ രണ്ട് ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷേപ്പ് ഉൾപ്പെടെ നിങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഇപ്പോൾ രണ്ട് ഷേപ്പോ രണ്ടിലധികം ഷേപ്പോ ടെക്സ്റ്റ് ബോക്സോ ഇതിനെല്ലാം നിങ്ങൾക്ക് ഗ്രൂപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം ഞാനിപ്പോൾ ഇത് ചെയ്തു, ഞാനിപ്പോൾ ഇതിനെ എന്ത് ചെയ്യുകയാണ്? ഞാനിപ്പോൾ ഇതിനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തു. പക്ഷേ എനിക്ക് ഇതിൻ്റെ ഈ ടെക്സ്റ്റ് ബോക്സിന് കുറച്ചും കൂടെ സ്പേസ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കണ്ടന്റ് ഇതിനകത്ത് കൃത്യമായിട്ട് നിന്നേനെ. അപ്പോൾ അതിനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്, ഞാൻ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഞാൻ വൺസ് ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കേട്ടോ, ഇപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗ്രൂപ്പാണ് സെലക്ട് ആയത്. ഈ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ഞാൻ അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സെലക്ട് ആയിരിക്കുന്നത് ആ ഷേപ്പ് ലെയറാണ് കണ്ടോ, ആ മഞ്ഞ കളർ ബോക്സ് ആണ്. വീണ്ടും ഞാൻ ഇതിനകത്ത് ടെക്സ്റ്റിന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ടെക്സ്റ്റ് ലെയറും എനിക്ക് സെലക്ട് ആയി കിട്ടും കണ്ടോ. സോ ഞാനിവിടെ എന്ത് ചെയ്താൽ ഇനി ടെക്സ്റ്റിനെ നീക്കി കൊടുത്തു കഴിയുമ്പോൾ എനിക്ക് അതിനകത്തോട്ട് വിളിക്കാനായിട്ട് പറ്റും. വീണ്ടും ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ അതൊരു ഗ്രൂപ്പാണ് കണ്ടോ, സെലക്ട് ചെയ്യുമ്പോൾ അതൊരു ഗ്രൂപ്പ് മാത്രമാണ്, നമുക്കതിനെ ടോട്ടലി എടുത്ത് ചേഞ്ച് ചെയ്യും.
സോ ഗ്രൂപ്പ് ചെയ്യാനുള്ള ഷോർട്ട് കീ എന്ന് പറയുന്നത് Ctrl+G ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ ഗ്രൂപ്പിനെ അൺഗ്രൂപ്പ് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഗ്രൂപ്പിംഗ് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് ആ ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതേ അറേഞ്ച് എന്ന് പറയുന്ന ഓപ്ഷനുള്ളിൽ തന്നെ ഗ്രൂപ്പിനകത്ത് ക്ലിക്ക് ചെയ്യുക, അൺഗ്രൂപ്പ്. അൺഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് ഇത് പഴയതുപോലെ ഇതൊരു ഗ്രൂപ്പ്, ഇതൊരു സെപ്പറേറ്റ് ബോട്ട്സ്, അതൊരു സെപ്പറേറ്റ് ബോട്ട്സ്. അടുത്തത് നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഷേപ്സിനെയും ടെക്സ്റ്റിനെയൊക്കെ ട്രാൻസ്ഫോം ചെയ്യുക. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. കാര്യം നമ്മൾ ഈ ഒരുപാട് ടെക്സ്റ്റും ഒരുപാട് ഈ ഷേപ്പ് ലേയേഴ്സും ഒക്കെ വെച്ച് മാനേജ് ചെയ്യുമ്പോൾ അതിനെ കൃത്യമായിട്ട് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഷേപ്പ് ഇൻസേർട്ട് ചെയ്യുകയാണ്. സോ ഷേപ്പ്, ഒരു കാര്യം കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ടിപ്പായിട്ട് തരുന്നുണ്ട്. കാര്യം ക്വിക്ക് അക്സസ് ടൂൾ ബാർ അല്ലേ, ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് ക്വിക്ക് അക്സസ് ടൂൾ ബാർ എന്ന് പറയുന്നത്. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. ഈ ക്വിക്ക് അക്സസ് ടൂൾ ബാറിലോട്ട് നമ്മൾ സ്ഥിരമായി എടുക്കുന്നത്, കാര്യം ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഷേപ്പ് എന്ന് പറയുന്നത്, ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഷേപ്പിനെ നമുക്ക് ഈ ക്വിക്ക് അക്സസ് ടൂൾ ബാറിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് കീ വെച്ച് വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഞാൻ എൻ്റെ കീബോർഡിൽ ഓൾട്ട് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, വെറുതെ ഞാൻ കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇതാ നോക്കി, ഇതാ ഷോർട്ട് കട്ട് കീസിന് കൊടുത്തിരിക്കുന്നത് 1 2 3 4 4 നമ്പർ. അത് കഴിഞ്ഞാൽ FHNG. അപ്പം ഞാൻ ഷേപ്പ് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഷേപ്പ് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ടി വരുന്നത്, ഇപ്പം ഞാൻ ഹോമിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ഓൾട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഷോർട്ട് കീസാണ് ഈ കാണിക്കുന്നത്. ഓൾട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് N ക്ലിക്ക് ചെയ്താലേ ഇൻസേർട്ടിൽ വരത്തുള്ളൂ. സോ കീബോർഡിൽ N പ്രസ് ചെയ്യുന്ന സമയത്ത് ഇൻസേർട്ട് സെലക്ട് ആയി ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ടൈപ്പ് ചെയ്യണം? SH എന്ന് ടൈപ്പ് ചെയ്യണം. ഞാൻ SH എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കുമാണ് എനിക്ക് ഷേപ്പ് ക്ലിക്ക് ചെയ്യുക, പിന്നെയാണ് എനിക്ക് ഷേപ്പ് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതൊരു പക്ഷേ ഞാൻ ഈ ക്വിക്ക് അക്സസ് ടൂൾ ബാറിലോട്ട് ഞാൻ ഷേപ്പിനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ, എനിക്കിവിടെ കൊണ്ടിടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ പെട്ടെന്ന് ഷേപ്പ് എനിക്ക് ക്വിക്കായിട്ട് ഈ പറഞ്ഞ ഓൾട്ട് ഉപയോഗിച്ച് സെലക്ട് ചെയ്യാൻ പറ്റും. സോ അതിനുവേണ്ടി എനിക്കിപ്പോൾ ഷേപ്പാണ് വേണ്ടതെങ്കിൽ ഞാൻ ഷേപ്പിൽ പോവുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇതാ ആഡ് ടു ക്വിക്ക് അക്സസ് ടൂൾ ബാർ എന്ന് പറയുന്ന ഓപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ആഡ് ടു ക്വിക്ക് അക്സസ് ടൂൾ ബാറിൽ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഷേപ്പ് നമ്മുടെ ഇവിടെ വന്നു കണ്ടോ. ഇവിടെ ഞാൻ ഉപയോഗിക്കാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മാറ്റാം. കാര്യം ഇവിടെ ഞാനിപ്പോൾ സേവ് പോലും ഉപയോഗിക്കുന്നില്ല. കാര്യം Ctrl+S ഷോർട്ട് കീ ഉണ്ട്, Ctrl+S Ctrl+Z ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ പ്ലേ ചെയ്യാനായിട്ട് ഞാൻ F5 ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഈ ഷേപ്സ് ഓൾറെഡി ഷേപ്സ് മാത്രം മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി? മോർ കമാൻഡ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഇവിടെ കാണാം അല്ലേ. ഇവിടെ ഞാൻ കാണിക്കാം. നമ്മുടെ ആ ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മോർ കമാൻഡ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഓഫ് ചെയ്യാം, സേവ് ഓഫ് ചെയ്യാം, നമുക്ക് അൺഡോ ഓഫ് ചെയ്യാം, റെഡോ ഓഫ് ചെയ്യാം, സ്റ്റാർട്ട് ഫ്രം ബിഗിനിങ് ഓഫ് ചെയ്യാം. ഇപ്പോൾ എനിക്ക് ഷേപ്പ് മാത്രമാണ് എൻ്റെ ക്വിക്ക് അക്സസ് ടൂൾ ബാറിൽ ഉള്ളത്. ഇപ്പോൾ ഓൾട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 1 അല്ലേ. അപ്പോൾ എനിക്ക് വളരെ എളുപ്പം, എനിക്കൊരു ഷേപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? ഓൾട്ട് പ്രസ് ചെയ്യും, 1 പ്രസ് ചെയ്യും, ഞാൻ ഷേപ്പ് അങ്ങ് സെലക്ട് ചെയ്യും കണ്ടോ. വളരെ പെട്ടെന്ന് എനിക്ക് ഷേപ്പ് സെലക്ട് ചെയ്യും. സോ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും ഇൻസേർട്ടിൽ പോകുന്നു, ഷേപ്പിനകത്തുനിന്ന് ഞാനൊരു ഷേപ്പ് എടുക്കുന്നു, ഒരു എലിപ്സ് ഓവൽ ഷേപ്പ് നമുക്ക് എടുക്കാം. ഷേപ്പ് സെലക്ട് ചെയ്തു, വരയ്ക്കുകയാണ്. അപ്പം ഞാനിത് വരയ്ക്കുന്ന സമയത്ത് കണ്ടോ, ഇത് യൂണിഫോം ആയിട്ട് എനിക്കൊരു കൃത്യമായിട്ടുള്ള സർക്കിളാണ് വേണ്ടത്. എല്ലായിടവും റേഡിയസ് ഒരേപോലെ വരുന്ന ഒരു സർക്കിളാണ് എനിക്ക് വേണ്ടത്. പക്ഷേ ഞാൻ വരയ്ക്കുമ്പോൾ ഇത് അങ്ങനെ ഇങ്ങനെ ഡിസ്റ്റോർട്ടായും ട്രാൻസ്ഫോം ആയൊക്കെ പോവുകയാണ്. അപ്പോൾ നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ റേഡിയസ് ഒരു പ്രോപ്പർ സർക്കിളായിട്ട് എനിക്ക് വരയ്ക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് പ്രസ് ചെയ്താൽ മതി? കീബോർഡിലെ ഷിഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇപ്പം ഞാൻ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോപ്പർ സർക്കിളാണ് കണ്ടോ. അപ്പോൾ ആ ഷിഫ്റ്റ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുള്ളാണ്. നമുക്ക് ഇതായിരുന്നാലും ശരി, അതുപോലെ തന്നെ ഇനിയിപ്പോൾ സ്ക്വയർ റെക്റ്റാങ്കിളാണ് ഞാൻ വരയ്ക്കുന്നതെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോപ്പർ സ്ക്വയർ ആയിരിക്കും കണ്ടോ. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത്
അപ്പോൾ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു ഇതിനെ ഞാൻ ഒരെണ്ണം കൂടെ വരയ്ക്കാം. നമുക്ക് ഇൻസേർട്ട് ഷേപ്സ് സർക്കിൾ എടുത്തു, ഞാൻ വരയ്ക്കുകയാണ്. ഞാനിവിടെ ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് നേരത്തെ ഈ സമയത്ത് ഞാൻ കൺട്രോൾ പ്രസ് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഇത് സെൻട്രലിൽ നിന്നാണ് വലുതാവാൻ തുടങ്ങുന്നത്. കണ്ടോ, സെൻട്രലിൽ നിന്നാണ് വലുതാവാൻ തുടങ്ങുന്നത്. ഇതിൻ്റെ ഉപയോഗം എവിടെയാണ് വരുന്നത്? ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിൻ്റെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ്. എങ്ങനെയാണ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നത്? ഒന്നുകിൽ നിങ്ങൾക്ക് കൺട്രോൾ സി കൺട്രോൾ വി കൊടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ ഡി കൊടുക്കാം. കൺട്രോൾ ഡി, അതും ഡ്യൂപ്ലിക്കേറ്റ് ആണ്, കൺട്രോൾ ഡി. അപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു സർക്കിളിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഞാൻ എടുത്തു. സോ ഞാൻ ഇതിൽ കറക്റ്റായിട്ട് വെച്ചു. അതിനുശേഷം ഈ സർക്കിളിൻ്റെ ഉള്ളിലാണ് എനിക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇതിനെ ക്ലിക്ക് ചെയ്ത് ട്രാക്ക് ചെയ്താലും ഇതിൻ്റെ കോർണറിൽ നിന്നാണ് എന്തായി വരുന്നത്, സ്കെയിലായി വരുന്നത് അല്ലേ. ഇപ്പോൾ ഇവിടെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ എനിക്ക് വേണ്ടത് അങ്ങനെയല്ല, എനിക്ക് വേണ്ടത് ഈ സർക്കിളിൻ്റെ മിഡിലിൽ അത് വരണം. സോ അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കൺട്രോൾ. സോ ഞാൻ കൺട്രോൾ പ്രസ് ചെയ്യുന്ന സമയത്ത് കണ്ടോ, അത് കറക്റ്റ് മിഡിലിൽ നിന്നാണ് പോകുന്നത്. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അല്ലേ ആസ്പെക്ട് റേഷ്യോ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ പറഞ്ഞ കൃത്യമായിട്ടുള്ള ഒരു സർക്കിളായിട്ടല്ല പോകുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും വാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഷിഫ്റ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 2 ബട്ടൺ യൂസ് ചെയ്യുന്നുണ്ട്, കൺട്രോളും ഷിഫ്റ്റും. സോ കൺട്രോൾ ഷിഫ്റ്റ് യൂസ് ചെയ്തപ്പോൾ കണ്ടോ, കൃത്യമായിട്ട് എനിക്ക് അതിനെ അതിനകത്ത് കൃത്യമായിട്ട് എനിക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നു. കണ്ടോ, ഇനി ഞാൻ ഇതിനകത്ത് ഒരു വൈറ്റ് കളർ ഫില്ല് ചെയ്യണം. ഷേപ്പ് ഫില്ലിനകത്ത് ഒരു വൈറ്റ് കളർ ഫില്ല് ചെയ്യും. സോ അതുപോലെ തന്നെ ഞാൻ സർക്കിളിൽ കൺട്രോൾ സി കൺട്രോൾ വി കൊടുത്തു. ഞാനതിനെ കറക്റ്റായിട്ട് അലൈൻ ചെയ്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുകയാണ്, ഷിഫ്റ്റ് പ്രസ് ചെയ്തു, ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പോൾ കണ്ടോ, ഇതിൻ്റെ കോർണറിൽ നിന്നാണ് ഇത് പോകുന്നത്. അതേസമയം ഞാൻ ഷിഫ്റ്റും കൺട്രോളും പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇതിൻ്റെ മിഡിലിൽ നിന്നും കൃത്യമായിട്ട് ഇത് മൂവ് ആവും. ഓക്കെ, അതിനുശേഷം എനിക്ക് റൊട്ടേറ്റ് ചെയ്ത് എനിക്കിത് കൊണ്ടുപോകാം. റൊട്ടേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ഷിഫ്റ്റ് വളരെ യൂസ്ഫുൾ ആണ്. കാര്യം കണ്ടോ, ഷിഫ്റ്റ് പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റൊട്ടേഷൻ ആയിരുന്നാലും കൃത്യമായിട്ടുള്ള ആംഗിൾസ് 45 ഡിഗ്രി 90 ഡിഗ്രി ആ രീതിയിലാണ് ഇത് പോകുന്നത്. സോ നമുക്കത് കൊടുക്കാം. ഞാനിവിടെയും വൈറ്റ് കളർ കൊടുക്കുകയാണ്. വൈറ്റ് കളർ കൊടുക്കുമ്പോഴത്തേക്ക് വേറെ ഷേപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. സോ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഷേപ്പിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നത്. ഷേപ്പിനെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള 2 കീസാണ്, ഒന്ന് ഷിഫ്റ്റും മറ്റൊന്ന് കൺട്രോളും. സോ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആസ്പെക്ട് റേഷ്യോ കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈക്വൽ ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2:1 ഒരു ഇമേജ് ആണ് അല്ലെങ്കിൽ 2:1 ഒരു ഷേപ്പ് ആണെങ്കിൽ അത് അതിൻ്റെ റേഷ്യോയിൽ തന്നെയായിരിക്കും പോകുന്നത്. 4:2 അതേ റേഷ്യോയിൽ തന്നെയായിരിക്കും അത് കണ്ടിന്യൂ ആയി പോകുന്നത്. അപ്പോൾ സർക്കിൾ എന്ന് പറയുമ്പോൾ 1:1 റേഷ്യോ ആണ്. ആ റേഷ്യോ തന്നെ കൃത്യമായിട്ടും വലുതാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. സോ അതാണ് ഈ ഷിഫ്റ്റിൻ്റെ ഏറ്റവും വലിയ യൂസ്. ഓക്കെ, നമുക്ക് ആസ്പെക്ട് റേഷ്യോ നമ്മുടെ ആ ഒരു റേഷ്യോ മാറാതെ തന്നെ വളരെ കൃത്യമായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇനി മറ്റൊന്നെന്ന് പറയുന്നത് ഓൾട്ടാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു, ഞാനിതാ ഇതിനെ എടുത്ത് ഈ ഒരു കുറച്ചും കൂടെ സൂം ചെയ്ത് കാണിക്കാം. ഓക്കെ, ഞാൻ ഈ ഒരു അകത്തുള്ള ഷേപ്പിനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഇത് തട്ടിയാണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഓൾറെഡി ഗേറ്റ്സ് ഉണ്ട്. കണ്ടോ, ഈ ഷേപ്പിൻ്റെ ഗൈഡിനനുസരിച്ചാണ് ഓട്ടോമാറ്റിക്കലി ഇത് പോകുന്നത്. പക്ഷേ എനിക്ക് അതിൻ്റെ ഗൈഡിനനുസരിച്ച് പോകണ്ട, എനിക്ക് ഇതിൻ്റെ ഇടയിൽ കറക്റ്റായിട്ട് നിർത്തണം ഒരു സ്പെസിഫിക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഗൈഡ് നമുക്ക് ബുദ്ധിമുട്ടാവും. കാര്യം എന്താണ്, ഈ ഗൈഡിൽ തട്ടി പോകുന്ന കാരണം നമുക്ക് കറക്റ്റ് സ്ഥലത്ത് കൊണ്ട് വെക്കാനായിട്ട് പറ്റില്ല. ആ സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഓൾട്ട്. നിങ്ങൾ ഓൾട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ആ ഗ്രിഡ് ബാക്കിയുള്ള ഗ്രിഡിനെ ഒന്നും ബാധിക്കുന്നില്ല. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ഇത് കൊണ്ട് വെക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എവിടെയാണോ വേണ്ടത് അവിടെ തന്നെ നിങ്ങൾക്ക് ഇത് വെക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഈ 3 കീസും ഒരു ഷേപ്പ് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളാണ് ഷിഫ്റ്റ്, കൺട്രോള്, ഓൾട്ട്. സോ ഇത് 3ഉം കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കും. ഞാൻ നേരത്തെ അതാണ് ഇവിടെ സർക്കിളിൽ കാണിച്ചു തന്നത്. ഇപ്പോൾ ഈ സർക്കിളിനെ ഞാൻ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നോർമലി ആവും. ഷിഫ്റ്റും കൺട്രോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ സർക്കിൾ ഷിഫ്റ്റും കൺട്രോളും ഓൾട്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് യാതൊരുവിധ തടസ്സവും ഇല്ലാതെ വളരെ കൃത്യമായിട്ട് മൂവ് ചെയ്ത് അതിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും.
ഇനി എങ്ങനെയാണ് ഒരു പിക്ചർ ഇൻസേർട്ട് ചെയ്യുന്നത് നോക്കാം. പിക്ചർ എങ്ങനെയാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് നോക്കാം. പിക്ചർ ഇൻസേർട്ട് ചെയ്യാനായിട്ടും വളരെ സിമ്പിളാണ്. നമ്മൾ ഈ പറഞ്ഞ ഇൻസേർട്ടിൽ തന്നെ പോവുക. നിങ്ങൾക്ക് ആ പിക്ചേഴ്സിൽ ക്ലിക്ക് ചെയ്യുക. പിക്ചേഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സേവ് ചെയ്തിട്ടുള്ള ഡെസ്റ്റിനേഷനിൽ പോയി കഴിഞ്ഞാൽ സോ ഞാനിവിടെ കുറേ ഇമേജസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, 2-3 ഇമേജസ് എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഇമേജ് എടുക്കുകയാണ്. സോ ഇമേജ് ഇമേജസ് ഒക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ അഡ്വർടൈസ്മെന്റിന് വേണ്ടിയോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് പ്രസന്റേഷനോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ കോപ്പിറൈറ്റ് പരമാവധി ഇല്ലാത്ത മെസ്സേജ് തന്നെ അല്ലെങ്കിൽ ഇമേജ് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യണം. അപ്പോൾ കോപ്പിറൈറ്റ് ഇല്ലാത്ത ഇമേജ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ ഒട്ടനവധി സൈറ്റുകൾ അവൈലബിൾ ആണ്. ഓക്കെ, ഒട്ടനവധി സൈറ്റുകൾ അവൈലബിൾ ആണ്. ഫോർ അതിനകത്ത് വരുന്നതെന്ന് പറയുന്നത് പിക്സേബേ. ഓക്കെ, പിക്സേബേ ഒരു നല്ല സൈറ്റാണ്. പിക്സേബേക്കകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഇമേജസ്, റോയൽറ്റി ഫ്രീ ഇമേജസ് നിങ്ങൾക്ക് എവിടെ വേണോ യൂസ് ചെയ്യാൻ, നിങ്ങൾക്ക് വളരെ നല്ല ഇമേജസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് പിക്സേബേ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അൺസ്പ്ലാഷ് എന്ന് പറയുന്നത്. സോ അൺസ്പ്ലാഷ് എന്ന് പറയുന്നതും വളരെ ഓരോ 10 ദിവസത്തിൽ 10 പുതിയ പിക്ചർ ഇട്ട് കൃത്യമായിട്ട് കൊണ്ടു കിടക്കുന്ന ഒരു വെബ്സൈറ്റാണ്. അതിനകത്ത് നിന്നൊക്കെ നിങ്ങൾക്ക് ഈ ലൈസൻസ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇമേജസ് ആണ്. നിങ്ങൾ ഗൂഗിളിലോട്ട് പോയി എടുക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ എന്ന് പറയുന്നത് ഇതേപോലുള്ള പ്ലാറ്റ്ഫോംസിൽ പോയി നല്ല ഹൈ റെസൊല്യൂഷനിലുള്ള ഇമേജസ് തന്നെ നിങ്ങളുടെ പ്രസൻറ്റേഷൻ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇതൊരു അഡീഷണൽ ടിപ്പായിട്ട് പറഞ്ഞാണ്. നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഇമേജ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ഞാൻ ഒരു പിക്ചർ എടുക്കുകയാണ്. ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് ഒരു സാനിറ്റൈസറിൻ്റെ പിക്ചർ എടുത്തു. ഓക്കെ, ഇൻസെർട്ട്. ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കിവിടെ കൃത്യമായിട്ട് അത് ഇൻസേർട്ടായി വന്നു. ഞാനതിനെ എന്ത് ചെയ്യുകയാണ്, അതിനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇതെല്ലാം ക്ലിക്ക് ചെയ്ത് നമ്മൾ ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞതുപോലെ പിക്ചർ ആയിരുന്നാലും ഏതൊരു ഇൻസേർട്ട് ഒബ്ജക്റ്റിൻ്റെ ആയിരുന്നാലും നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഈ പറഞ്ഞ ഷിഫ്റ്റ്, കൺട്രോൾ, ഓൾട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാര്യം ഈ പിക്ചറിൻ്റെ ആയിരുന്നാലും ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പോൾ അതിൻ്റെ ആസ്പെക്ട് റേഷ്യോ മാറാതെ തന്നെ ഇത് പോകുന്നുണ്ട് കൃത്യമായിട്ട്. കാര്യം അതിൻ്റെ ഓപ്ഷനിൽ, അതിൻ്റെ ഫോർമാറ്റ് ഓപ്ഷനിൽ അതിൻ്റെ ആസ്പെക്ട് റേഷ്യോ മാറരുത് എന്ന് വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ലോക്ക് ആസ്പെക്ട് റേഷ്യോ. ചിലരുടെ ഇതിനകത്ത് വരുമ്പോൾ ഈ ആസ്പെക്ട് റേഷ്യോ ടിക്ക് ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഇത് ഓട്ടോമാറ്റിക്കലി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. മനസ്സിലാവുന്നില്ല? അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഷിഫ്റ്റ് എന്ന് പറയുന്നതിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. കൂടാതെ ഷിഫ്റ്റ് കൺട്രോളും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൻറ്ററിൽ നിന്ന് തന്നെ ഇതേ കാര്യം സെൻറ്ററിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യും. അപ്പം ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഇമേജസിനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവയ്ക്കുന്നു. ഈ ട്രാൻസ്ഫോം പോയിന്റ് ഉപയോഗിച്ച് വളരെ കൃത്യമായിട്ട് ഞാനിതിനെ കണ്ടോ, ട്രാൻസ്ഫോം പോയിന്റ് ഇപ്പം ഞാൻ ആസ്പെക്ട് റേഷ്യോ മാറ്റിയത് കൊണ്ടാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ എനിക്കത് മാറാതിരിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്താൽ അത് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കൃത്യമായിട്ട്. ഇനി എനിക്ക് എടുത്ത് ഇവിടെ ഒരു ടൈറ്റിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ ഞാൻ ഇൻസേർട്ടിൽ പോവുക, ടെക്സ്റ്റ് ബോക്സ് സെലക്ട് ചെയ്യുക. എനിക്ക് എവിടെയാണോ ടൈറ്റിൽ വേണ്ടത് അവിടെ ഞാൻ ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ടൈറ്റിൽ. ഓക്കെ, വാഷ് ഹാൻഡ്സ് ഫ്രീക്വൻ്റ്ലി കൊടുത്തു അല്ലേ? അപ്പം ഞാൻ ഇതിനകത്ത് കൊടുത്തു. കൂടാതെ എനിക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഈ ടെക്സ്റ്റിൻ്റെ ഫോണ്ട് ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഒരു പുതിയ ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത്? കാര്യം ഈ എപ്പോഴും നമ്മുടെ ഇതിനകത്ത് വരുന്ന കാര്യം നമ്മുടെ ഓൾറെഡി ഡിഫോൾട്ടായിട്ടുള്ള ഒരു ഫോണ്ട് ഉപയോഗിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ബെറ്ററാണ് പുറത്തു പോയി നല്ല ഫോണ്ട്സ് സെലക്ട് ചെയ്തുകൊണ്ട് വന്ന് ആ ഫോണ്ട് കൊടുക്കുമ്പോൾ നിങ്ങളുടെ പ്രസൻറ്റേഷൻ്റെ ഒരു രീതി തന്നെ നിങ്ങൾക്ക് മാറും. വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രസൻറ്റേഷൻ്റെയൊക്കെ ഒരു രീതി ഒരുപാട് മാറും. സോ ആ ഒരു കാര്യം കൂടെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് ഗൂഗിൾ ഫോണ്ട്സ്.
സോ ഗൂഗിൾ ഫോൺസിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഫോണ്ട് അവൈലബിൾ ആണ്. ഗൂഗിൾ ഫോണ്ടിനകത്ത് കണ്ടില്ലേ ഒരുപാട് ഫോൺസ് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഏതാണോ, ഇപ്പോൾ എനിക്ക് ഈ ഒസ്വാൾഡ് എന്ന് പറയുന്ന ഫോണ്ട് എനിക്ക് കുഴപ്പമില്ലാതൊരു നല്ല സ്ട്രോങ് ഫോണ്ടാണ്. ഞാൻ അതുകൊണ്ട് ഇത് സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കണ്ടില്ലേ എനിക്ക് ആ ഒസ്വാൾഡിൻ്റെ തന്നെ പല സ്റ്റൈലുകൾ താഴോട്ട് അവൈലബിൾ ആണ്. എക്സ്ട്രാ ലൈറ്റ്, റെഗുലർ, മീഡിയം. സോ ആ ലൈറ്റ് കൂടാതെ ഇതിൻ്റെ ഗൂഗിൾ ഫോൺസ് എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വേറൊരു യൂസ് എന്ന് പറയുന്നത് ഏറ്റവും താഴെ പോകുന്ന സമയത്ത് ഇത് കണ്ടില്ലേ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഏത് ഫോണ്ടാണ് ഉള്ളതെന്ന് അത് തന്നെ കാണിച്ചു തരും കണ്ടോ. ഇതിന് ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ളത് ഓപ്പൺ സാൻസ് എന്ന് പറയുന്ന ഫോണ്ട് ഇതിന് മാച്ചിങ് ആണ് കണ്ടോ. ഓപ്പൺ സാൻസ് എന്ന് പറയുന്ന ഫോണ്ട് മാച്ചിങ് ആണ് ഇതിനകത്ത് വരുന്നത്. കൂടാതെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം, നമുക്ക് പുതിയ ഫോണ്ട് ആഡ് ചെയ്യാം. ഇവിടെ നിന്ന് എനിക്ക് ഇപ്പം ഇതിൻ്റെ കൂടെ ഏതാണ് ചേരുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ഈ രണ്ട് ഫോണ്ടും ഒസ്വാൾഡും ഓപ്പൺ സാൻസും സെലക്ട് ചെയ്താലേ എനിക്ക് ഈ ഒരു ഭംഗിയിൽ വരുന്ന ഒരു ടെക്സ്റ്റ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഞാൻ ആദ്യം എന്ത് ചെയ്യുകയാണ്, ഈ ഒസ്വാൾഡ് എന്ന് പറയുന്ന സെലക്ട് ചെയ്യുകയാണ്. സോ ഒസ്വാൾഡ് ഞാൻ ഡൗൺലോഡ് ഫാമിലിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് കണ്ടോ എനിക്ക് ആ ഫോണ്ട് അവിടെ സിപ്പാറ്റ് വന്നു. ഞാൻ അതിനകത്ത് ഓപ്പൺ ചെയ്തു, അതിനെ എക്സ്ട്രാക്ട് ചെയ്യുകയാണ്. എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒസ്വാൾഡിനകത്ത് നമുക്ക് ഒരുപാട് ഫോൺസ് അവൈലബിൾ ആണ്. ഇത്രയും ഫോണ്ട് അവൈലബിൾ ആണ്. ഞാൻ ഈ ഫോണ്ട് എല്ലാം റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ കൊടുക്കുന്ന സമയത്ത് ഈ ഒസ്വാൾഡ് എന്ന് പറയുന്ന ഫോണ്ട് എൻ്റെ ഡേറ്റാബേസിലോട്ട് പോയി. ഇനി അതിന് ചേരുന്ന അടുത്ത ഫോണ്ട് എന്ന് പറയുന്നത് ഏതായിരുന്നു നമുക്ക് ചേരുന്നത്? ഓപ്പൺ സാൻസ് ആണ്. ഓപ്പൺ സാൻസ് എനിക്ക് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓപ്പൺ സാൻസ് നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഇവിടെ മാച്ചിങ് ആയിട്ട് വരുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. തിരിച്ചു വന്നു കഴിഞ്ഞാൽ എങ്ങനെ വരുമെന്ന് ചെക്ക് ചെയ്യാം നിങ്ങൾക്ക്. അപ്പോൾ ഏറ്റവും മാച്ചിങ് ആയിട്ട് ഏതൊക്കെയാണ് വരുന്നതെന്ന് ഉൾപ്പെടെ നിങ്ങൾക്ക് പുതിയ ഫോണ്ടുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്ത് നോക്കാം. വേറെ ഫോൺസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് അതെല്ലാം ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. ഏറ്റവും പെയറിംഗ് ആയിട്ട് ഏതാണോ കൂടുതൽ സാധിക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്ത് എനിക്ക് വേണ്ടത് ഓപ്പൺ സാൻസ് ആണ്. ഞാൻ വീണ്ടും സെർച്ച് ചെയ്യുകയാണ് ഓപ്പൺ സാൻസ്. ഓപ്പൺ സാൻസ് ഈ ഓപ്പൺ സാൻസിൽ 10 സ്റ്റൈലുണ്ട്. സോ ആ ഫാമിലിയും കൂടെ ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നു. ആ ഫോണ്ട് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തു. ഫോൾഡർ ഞാൻ അതിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നു. സോ ഓപ്പൺ സാൻസ് ഞാൻ ഇൻസ്റ്റാൾ റൈറ്റ് ക്ലിക്ക് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. ഓക്കെ, സോ ഇനി ബാക്കിയുള്ള ഫോണ്ട് ഇൻസ്റ്റാൾ. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഫോണ്ടുകൾ എന്ന് പറയുന്നത് ഒന്ന് ഓപ്പൺ സാൻസും ഒസ്വാൾഡ്, ഈ രണ്ട് ഫോണ്ടാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. സോ ഞാനിത് ഇപ്പം സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ഇതിനകത്ത് ഒസ്വാൾഡ്, ഇതിപ്പോൾ ഓൾറെഡി ഇതിനകത്തോട്ട് വന്നില്ല, ആ ഫോണ്ട് ഇതിനകത്തോട്ട് വന്നിട്ടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതൊന്ന് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മാത്രമേ അത് കിട്ടത്തുള്ളൂ. ഞാൻ അതുകൊണ്ട് തന്നെ ഒന്ന് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ്. ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാനൊന്ന് സേവ് ചെയ്യുകയാണ്. സോ എങ്ങനെയാണ് സേവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ഇതുവരെ സേവ് ചെയ്തിട്ടില്ല ഈ ഫയല്. സോ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രസൻറ്റേഷൻ 1 എന്നാണ് കിടക്കുന്നത്. കാര്യം എന്താണ്, ഞാൻ ഇതുവരെ സേവ് ചെയ്തിട്ടില്ല. ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു ഫയൽ നെയിമാണ് ഇതിൽ കിടക്കുന്നത്. സോ ഫയൽ പോയി കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷനാണ് അവൈലബിൾ. ഒന്ന് സേവും മറ്റൊന്ന് സേവസും. ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സേവസും ഇതുവരെ സേവ് ചെയ്യാത്തൊരു ഫയൽ, ഇപ്പം ഞാൻ ഇതുവരെ സേവ് ചെയ്തിട്ടില്ല, ഇതുവരെ സേവ് ചെയ്യാത്തൊരു ഫയലാണെന്നുണ്ടെങ്കിൽ സേവസും ചെയ്യുന്നത് ഒരേ ജോലി തന്നെയാണ്. ഓക്കെ, പക്ഷെ അതേസമയം ഞാൻ സേവ് ചെയ്ത ഒരു ഫയലാണ്. ആ ഫയലിൽ ഞാൻ ഈ സേവിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മളോട് ഒന്നും ചോദിക്കില്ല. നമ്മൾ ഏത് ഡെസ്റ്റിനേഷനിൽ എന്ത് പേരിലാണോ സേവ് ചെയ്തിരിക്കുന്നത് അതിലോട്ട് ഓട്ടോമാറ്റിക്കലി സേവ് ആവുക, നമ്മൾ അതുവരെ ചെയ്ത കാര്യങ്ങൾ സേവ് ആവുക ചെയ്യുന്നത്. പക്ഷെ അപ്പോൾ സേവസിന് ഒരു ഡിഫറെൻറ്റ് യൂസ് ആണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു പേരിൽ, വേറൊരു സ്ഥലത്ത്, വേറൊരു ഫോർമാറ്റിൽ ഒക്കെ സേവ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സേവസ്. ഇവിടെ രണ്ടും ഒരേ ഉപയോഗമാണ്. കാര്യം ഞാൻ ഇതുവരെ സേവ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് സേവ് ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഒരേ ഓപ്ഷൻസ് ആയിരിക്കും വരുന്നത്. ഈ സേവ് ക്ലിക്ക് ചെയ്താലും സേവ് അസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ രണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരേ ഓപ്ഷൻസാണ് വരുന്നത്. കാര്യം ഞാനിത് ഇതുവരെ സേവ് ചെയ്തിട്ട് ഇല്ല. സോ ഞാനിതിനെ ബ്രൗസ് ചെയ്യുന്നു. ഞാൻ ഡെസ്ക്ടോപ്പിലോട്ടൊന്ന് സേവ് ചെയ്യുകയാണ്. ഡെസ്ക്ടോപ്പിൽ പ്രസൻറ്റേഷൻ എന്നുള്ളത് മാറ്റി മൈ ഫസ്റ്റ് പ്രസൻറ്റേഷൻ.
സോ അത് ഫയൽ നെയിമാണ്, ഫയലിന്റെ പേരാണ് ഞാൻ കൊടുത്തത്. അതിനുശേഷം അതിന്റെ തൊട്ട് താഴെ ഫയൽ ടൈപ്പാണ്. ഓക്കെ, അതിന്റെ തൊട്ട് താഴെ കാണുന്നത് ഏതാണ് ടൈപ്പ് എന്നുള്ള സേവ് as ടൈപ്പ്. സോ ഞാൻ ഇപ്പോൾ ഇവിടെ സേവ് ചെയ്തിരിക്കുന്നത് പവർ പോയിന്റ് പ്രസന്റേഷൻ ആയിട്ടാണ് ഞാൻ സേവ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ഫോർമാറ്റ്സ് അവൈലബിൾ ആണ്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഞാൻ പവർ പോയിന്റ് പ്രസന്റേഷൻ എന്നുള്ള പേരിൽ സേവ് ചെയ്യും. സോ സേവ് ചെയ്തു, ഞാനിത് ക്ലോസ് ചെയ്യുകയാണ്. ഞാൻ ഡെസ്ക്ടോപ്പിൽ പോകുന്നു. ഡെസ്ക്ടോപ്പിൽ പോയതിനു ശേഷം ഞാൻ മൈ ഫസ്റ്റ് പ്രസന്റേഷൻ ഞാൻ ഓപ്പൺ ചെയ്യുക. മൈ ഫസ്റ്റ് പ്രസന്റേഷൻ. ഓക്കെ, സോ ഇപ്പോൾ ഞാൻ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒസ്വാൾഡ് എന്ന് പറയുന്ന ഫോണ്ട് അവൈലബിൾ ആണോ എന്ന് നോക്കി കഴിഞ്ഞാൽ, കാര്യം ഓൾറെഡി ഞാൻ ഇൻസ്റ്റാൾഡ് ആക്കിയിട്ടുണ്ട്. സോ നമുക്ക് നോക്കി നോക്കാം. കാണിക്കുന്നില്ല, നമുക്ക് നോക്കാം. നമുക്കിവിടെ അവൈലബിൾ ആണ് ഒസ്വാൾഡ്. കണ്ടോ, ഒസ്വാൾഡിന്റെ വളരെ ഫോൾഡ്, ഒസ്വാൾഡ് എന്ന് പറയുന്ന ഫോണ്ട് അവൈലബിൾ ആണ്. സോ ഞാൻ ഒസ്വാൾഡ് എടുത്തു. ഞാൻ അതിന്റെ സൈസ് ഇവിടെ ഹോമിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹോമിനകത്ത് ഫോണ്ട് എന്ന് പറയുന്ന റിബൺ ഗ്രൂപ്പിനകത്താണ് ഫോണ്ടിന്റെ സൈസ് വലുതാക്കാനും ബോൾഡ് ആക്കാനും ഇറ്റാലിക് ആക്കാനും ഒക്കെ ഉള്ളൊരു ഓപ്ഷൻ. ഇതെല്ലാം നിങ്ങൾ എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാനിവിടെ സൈസ് ഒന്ന് കൂട്ടുകയാണ്. അതിനുശേഷം അടുത്തൊരു ടെക്സ്റ്റ് ബോക്സും കൂടെ ഞാൻ ഇൻസേർട്ട് ചെയ്യുകയാണ്. ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സ്. അതിന് ഞാൻ ഇതിനകത്ത് ഓൾവേസ് വാഷ് യുവർ ഹാൻഡ്സ് അറ്റ് റെഗുലർ ഇന്റർവെൽസ്, keep safe. ഇതിന് ഞാൻ എന്ത് ചെയ്യാണ്, ഇതിന് ഞാൻ നമ്മൾ രണ്ടാമത് സെലക്ട് ചെയ്ത് ഓപ്പൺ സാൻസ് എന്ന് പറയുന്ന ആ ഫോണ്ട് ഞാൻ കൊടുക്കുകയാണ്. ഓപ്പൺ സാൻസിൽ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫോണ്ട് കൊടുക്കുകയാണ്. സോ ഓപ്പൺ സാൻസ്. ഓക്കെ, സോ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രസന്റേഷൻ നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ സാധാരണ കാണുന്ന ഫോൺസ് അല്ല നിങ്ങൾ കൊണ്ടുപോകുന്നത്. നിങ്ങൾ കൊണ്ടുപോകാൻ പോകുന്നത് വളരെ രസകരമായിട്ടുള്ള ഫോൺസ് ആണ്. കൂടാതെ മാച്ചിങ് ആയിട്ടുള്ള ഫോൺ, നിങ്ങൾ ഗൂഗിൾ ഫോണ്ട് ഉപയോഗിച്ച് നിങ്ങൾ മാച്ചിങ് ആയിട്ടുള്ള ഫോൺസ് ആണ് നിങ്ങൾ അതിനുവേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഗൂഗിൾ ഫോൺസ് മാത്രമല്ല, നിങ്ങൾക്ക് ഫോണ്ട് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഫോണ്ട് ഒരുപാട് ഫോൺസ് നിങ്ങൾക്ക് കിട്ടുന്നതിലേക്ക് ദ ഫോണ്ട്, അതുപോലെ തന്നെ ഫോൺ സ്ക്വിറല്, ഇതുപോലുള്ള ഒരുപാട് വെബ്സൈറ്റ്സ് നല്ല നല്ല ഫോണ്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ വെബ്സൈറ്റുകൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കുക. ഓക്കെ, സോ ഇമേജസ്. ഇനി ഈ ഇമേജിനകത്ത് ഓക്കെ, ഞാൻ ഇമേജസ് ഇൻസേർട്ട് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞു വന്നത്. അതിനകത്ത് നമ്മൾ ടെക്സ്റ്റ് ബോക്സും കൂടെ ഇൻസേർട്ട് ചെയ്തു. പക്ഷെ എനിക്ക് ഈ ഒരു സാനിറ്റൈസറിന്റെ ബോക്സ് ആണ് എനിക്ക് ഇതിനകത്ത് വരേണ്ടത്. അപ്പൊ എനിക്ക് ഇമേജ് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴും എനിക്ക് ഫോർമാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും. ഈ ഓപ്ഷനകത്ത് പോയി കഴിഞ്ഞാൽ, ഫോർമാറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ എനിക്കിതാ ഇവിടെ ഏറ്റവും അവസാനം പോയി കഴിഞ്ഞാൽ കണ്ടോ, ക്രോപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. കണ്ടോ, ക്രോപ്പ്. സോ ക്രോപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നമുക്ക് കണ്ടോ അതിനെ ക്രോപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കിട്ടി. കണ്ടോ, ക്രോപ്പ്. സോ ഈ കാണുന്ന ബോട്ട്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനെ ക്രോപ്പ് ചെയ്യാം. കണ്ടോ, ഇവിടെ നിന്ന് എനിക്ക് സാനിറ്റൈസർ ആണ് വേണ്ടെങ്കിൽ ഞാനിത് ക്ലിക്ക് ചെയ്തു. എനിക്ക് ഇത്രയും ഭാഗം ഞാൻ ഇങ്ങോട്ട് കൊടുത്തു, കുറച്ച് ഭാഗം ഇങ്ങോട്ട് കൊടുത്തു, താഴെ നിന്ന് ഞാൻ കുറച്ച് കൊടുത്തു. സോ അതിനുശേഷം ഞാൻ എന്ത് ചെയ്താൽ ഈ ക്രോപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ആ അത്രയും ഭാഗം ക്രോപ്പായിട്ട് കിട്ടും അല്ലേ. അതിനുശേഷം ഞാൻ വീണ്ടും എന്ത് ചെയ്യുകയാണ്, ഇതിനെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഞാൻ ഡ്രാഗ് ചെയ്ത് സോ ടെക്സ്റ്റ് ബോക്സിനെ ഞാൻ കുറച്ചൊന്ന് മാറ്റി വയ്ക്കുന്നു. ഇപ്പൊ ഞാൻ എന്താണോ ഒരു ആൾക്കാരുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യം തന്നെ എനിക്ക് കൂടുതൽ ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് ഞാനൊന്ന് ഒരു ഷേപ്പ് ഇൻസേർട്ട് ചെയ്യുകയാണ് ഇതിനകത്തോട്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ പ്രശ്നം വരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിക്ചർ ഭയങ്കരമായിട്ട് എടുത്തു കാണിക്കുമ്പോൾ എൻ്റെ ഈ കണ്ടന്റിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു ഒരു സംശയമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, വീണ്ടും ഇൻസേർട്ടിൽ പോകുന്നു. ഷേപ്സ്, ഞാനൊരു റെക്ടാങ്കുലർ ഷേപ്പ് സെലക്ട് ചെയ്യുന്നു. ഞാൻ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ആ റെക്ടാങ്കുലർ ഷേപ്പ് ഇതിൻ്റെ മുകളിൽ വരയ്ക്കുന്നു. സോ വരച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിനകത്തൊരു ഗ്രേ കളർ ഷേപ്പ് ഫില്ല് വന്നിട്ട് ഒരു ഗ്രേ കളറായിട്ടൊരു ഫില്ല് കൊടുക്കുന്നു. സോ ഒരു ലൈറ്റ്ലി ഈ ഒരു ഗ്രേ കളർ ഫില്ല് കൊടുക്കുന്നു. ഔട്ട്ലൈൻ വന്നിട്ട് നോ ഔട്ട്ലൈൻ വേണ്ട എന്ന് പറയുന്ന നോ ഔട്ട്ലൈൻ കൊടുക്കും.
അതിനുശേഷം ഇതിൻ്റെ ട്രാൻസ്പെറൻസി എനിക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുകൂടെ എനിക്ക് ആ ഇമേജ് വളരെ ലൈറ്റായിട്ടൊന്ന് കാണണം. ഞാൻ അതിനെന്ത് ചെയ്യും? റൈറ്റ് ക്ലിക്ക് ചെയ്യും. ഈ ഷേപ്പിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യും. അതിനുശേഷം എന്താണ്? ഫോർമാറ്റ് ഷേപ്പ് കണ്ടോ, അതിൻ്റെ ഏറ്റവും താഴെ കണ്ടോ ഫോർമാറ്റ് ഷേപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം കണ്ടോ, ഫോർമാറ്റ് ഷേപ്പ്. ഈ ഫോർമാറ്റ് ഷേപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് റൈറ്റ് സൈഡിൽ അതിൻ്റെ ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് വന്നു. ആ ഷേപ്പിൻ്റെ തന്നെ ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് എനിക്ക് ഇതിനകത്ത് കാണാം. ഫില്ല് ചെയ്യേണ്ടത്, ലയൻ. സോ ഫില്ലിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, എനിക്ക് അതിൻ്റെ ഫില്ല് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം, അതിൻ്റെ ട്രാൻസ്പെറൻസി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കണ്ടോ, ഇവിടെ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട്, ട്രാൻസ്പെറൻസി അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഞാൻ ട്രാൻസ്പെറൻസി അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ അതിൻ്റെ ട്രാൻസ്പെറൻസി കുറച്ച് ഒരു ലൈറ്റായിട്ട് ഓക്കെ ഒരു 50%, ഓക്കെ ഒരു 50% ഞാൻ ടൈപ്പ് ചെയ്യണം. 50% ട്രാൻസ്പെറൻസിയിൽ കൊടുത്തു. ഓക്കെ, ഇപ്പം എനിക്ക് കുറച്ചും കൂടെ എന്ന് പറഞ്ഞാൽ എൻ്റെ ടോപ്പിക് എനിക്ക് സാനിറ്റൈസർ കാണിക്കാൻ പറ്റി, അതുപോലെ തന്നെ എൻ്റെ ടോപ്പിക്കിന് കുറച്ചും കൂടെ ഒരു ഇമ്പോർട്ടൻസും കിട്ടി. ഓക്കെ, ഇനി അടുത്ത് എനിക്ക് ഇതിനകത്തൊരു ഒരു ബോക്സ് വരയ്ക്കണം. എനിക്ക് ഇതിനകത്തൊരു റെഡ് കളർ ഒരു ബോക്സ് വരയ്ക്കണം. അപ്പോൾ ആ ബോക്സ് വരയ്ക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഇൻസേർട്ടിൽ പോയി ഷേപ്പ് എടുത്തു, ഞാനൊരു റെക്ടാങ്കുലർ ബോക്സ് വരച്ചു. സോ ഞാൻ ഇവിടെ നിന്ന് ഷിഫ്റ്റ് പ്രസ് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്യുന്നില്ല, കാര്യം എനിക്ക് അൺഈവനായിട്ടുള്ള ഒരു ഷേപ്പാണ് വേണ്ട. ഞാനതുകൊണ്ട് പ്രസ് ചെയ്തു, ഞാനത് കൊടുത്തു. ഇനി ഈ ഷേപ്പിൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷേപ്പിന് തിക്നെസ്, ഇതിൻ്റെ ബോർഡറാണ് എനിക്ക് കൂട്ടേണ്ടത്. സോ ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിനകത്ത് ഷേപ്പിൻ്റെ ഔട്ട്ലൈനിൽ പോയതിന് ശേഷം ഷേപ്പ് ഫില്ല് എനിക്ക് വേണ്ട, നോ ഫില്ലാണ്, എനിക്ക് ഫില്ല് വേണ്ട. ഷേപ്പിൻ്റെ ഔട്ട്ലൈനിൽ പോയതിന് ശേഷം ഞാൻ അതിനകത്ത് വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വെയിറ്റ്സ് അവൈലബിൾ ആണ്. കാര്യം ബോർഡറിൻ്റെ തിക്നെസ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നമുക്ക് ഇതിനകത്ത് ഓപ്ഷൻസ് ഉണ്ട്. സോ ബോർഡറിൻ്റെ തിക്നെസ് ഞാൻ കൂട്ടുകയും കുറയ്ക്കാനും ഒക്കെ ഇതിനകത്തുള്ള ഓപ്ഷൻസ് ഞാൻ കൊടുക്കുകയാണ്. സോ ഞാൻ ഷേപ്പ് ഔട്ട്ലൈനിൽ ക്ലിക്ക് ചെയ്തു, വെയിറ്റിൽ ക്ലിക്ക് ചെയ്തു. ഞാനിതാ ഇതിൻ്റെ ബോർഡർ വന്നിട്ട് ഞാൻ കുറച്ച് നല്ല തിക്നെസ് കൊടുക്കുകയാണ്, 6 പോയിന്റ്. പക്ഷേ എനിക്ക് 6 പോയിന്റ് പോരാ. എനിക്ക് വേണ്ടതെന്ന് പറയുന്നത് എനിക്ക് കുറച്ചും കൂടെ തിക്കായിട്ടുള്ളതും അതുപോലെ ഡോട്ടഡ് ആയിട്ടുള്ള ലൈൻസ് ഒക്കെ വേണ്ടത്. സോ അങ്ങനെ നമുക്ക് അഡീഷണൽ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫോർമാറ്റ്. നേരത്തെ നമ്മൾ ചെയ്ത അതേ കാര്യം, ഫോർമാറ്റ് ഷേപ്പ്. അപ്പോൾ ഇതിനകത്തുകൊണ്ട് ഫില്ലാണ് നമ്മൾ നേരത്തെ ചെയ്തത്. ഫില്ലിനകത്ത് ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം എന്താണ്? ഇതിനകത്ത് ട്രാൻസ്പെറൻസി സെറ്റ് ചെയ്യാനായിട്ട് ഫില്ല് ഇല്ല അല്ലേ. ഇനി എന്താണ്? ലയൻ. സോ ലയൻ എന്താണ്? സോ ലൈനിനകത്ത് പോയി കഴിഞ്ഞാൽ അവിടെയും നമുക്ക് എന്ത് സെറ്റ് ചെയ്യാം? നമുക്ക് ട്രാൻസ്പെറൻസി സെറ്റ് ചെയ്യാം. ആ ലൈനിൻ്റെ ട്രാൻസ്പെറൻസി സെറ്റ് ചെയ്യാം അല്ലേ. ആ ലൈനിൻ്റെ ട്രാൻസ്പെറൻസി സെറ്റ് ചെയ്യാം. ലൈനിൻ്റെ വിത്ത് ഇവിടെ കണ്ടല്ലേ, നേരത്തെ 6 പോയിൻ്റാണ് അവിടെ കാണിച്ചത്. പക്ഷേ ഇവിടെ നമുക്ക് എത്ര വേണോ പോയിന്റ് കൊടുക്കാം. നിങ്ങൾക്ക് 6 ആണെങ്കിൽ 6, അല്ല കൂടുതൽ വേണം 7.8 ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നോക്കി നിങ്ങൾക്ക് അതിൻ്റെ ഡാഷ് ടൈപ്പ്, എങ്ങനത്തെ ടൈപ്പ് ലൈൻസ് വേണം, ക്യാപ് ടൈപ്പ് എങ്ങനെ വേണം. ക്യാപ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് നോക്കിയോളൂ. ഇപ്പോൾ ഇതിൻ്റെ കോർണേഴ്സ് വന്നിട്ട് നല്ല ഷാർപ്പ് എഡ്ജിലാണ്. പക്ഷേ ഞാനിപ്പോൾ ക്യാപ് ടൈപ്പ് വന്നിട്ട് റൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ജോയിൻ ടൈപ്പ് വന്നിട്ട് റൗണ്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും കണ്ടോ എനിക്ക് റൗണ്ട് ആയിട്ട് ആ ജോയിൻ എനിക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിച്ചു അല്ലേ. സോ അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഫോർമാറ്റിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളിതെല്ലാം സെലക്ട് ചെയ്ത് നോക്കുക. ഡബിൾ ലൈൻസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഡാഷ് ടൈപ്പ്, ഡാഷ് ആയിട്ട് വരുന്ന ലൈൻസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. നമ്മൾ ഫോർമാറ്റിൽ പോകുന്ന സമയത്ത് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇതെല്ലാം യൂസ് ചെയ്ത് ചെയ്യാം. ഓക്കെ, സോ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ടോപ്പിക് അവസാനിപ്പിക്കാം. കാര്യം മറ്റുള്ളതിൽ നിന്ന് വ്യത്യാസമായിട്ട് നോക്കുമ്പോഴത്തേക്കും നമ്മളൊരു ഷേപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർമാറ്റിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. 2 കാര്യങ്ങളും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്ന് അലൈൻമെന്റ് എന്ന് പറയുന്നത്. സോ അതിനുവേണ്ടി ഞാനിപ്പോൾ ഓൾറെഡി ഡിലീറ്റ് ചെയ്യാം. കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അലൈൻമെന്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇൻസേർട്ട് ഷേപ്പ് കൊടുത്തു. ഞാനൊരു ഷേപ്പ് വരച്ചു, ഒരു ഷേപ്പ് സർക്കിൾ വരച്ചു.
ഞാൻ കൺട്രോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കോപ്പി എടുക്കാം. കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ കണ്ടോ നിങ്ങൾക്ക് അതിന്റെ കോപ്പി ഇങ്ങനെ എടുക്കാം കേട്ടോ. കോപ്പി എടുത്ത് നിങ്ങൾക്ക് ഇതിനകത്തോട്ട് എവിടെ വേണോ വെക്കാം കേട്ടോ. സോ എനിക്ക് ഈ സർക്കിൾസ് എല്ലാം എനിക്ക് അലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി, ഞാൻ ഈ സർക്കിളിനെ സെലക്ട് ചെയ്തതിന് ശേഷം സർക്കിൾ എല്ലാം സെലക്ട് ചെയ്തതിനു ശേഷം ഫോർമാറ്റിൽ പോവുക, അലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം കേട്ടോ. മൾട്ടിപ്പിൾ സെലക്ട് ചെയ്യുമ്പോൾ അലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ അറേഞ്ചിനകത്ത് കാണാം. ഈ അലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാം, അലൈൻ മിഡിൽ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അതിനെ കൃത്യമായിട്ട് മിഡിൽ അലൈൻ ചെയ്യാൻ പറ്റി അല്ലേ, കൃത്യമായിട്ട് മിഡിൽ അലൈൻ ചെയ്യാൻ പറ്റി. കൂടാതെ നമുക്ക് എന്താണ് അതിനെ അലൈൻ ഡിസ്ട്രിബ്യൂട്ട് ഹൊറിസോണ്ടലി നമുക്ക് അതിനെ കൃത്യമായിട്ട്, കാര്യം പല സ്പേസസ് ആണ് എൻ്റെ ഇടയിൽ കിടക്കുന്നത്, എനിക്ക് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ഹൊറിസോണ്ടലിയും കൊടുത്തപ്പോൾ എനിക്കത് വളരെ കൃത്യമായിട്ട് ഒരേ അലൈൻമെന്റിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ഇനി അടുത്ത് ഞാൻ ഇതിനകത്ത് കുറച്ച് കളേഴ്സ് കൊടുക്കുകയാണ്. ഞാൻ ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു കളർ സെലക്ട് ചെയ്തു, ഇതിന് ഒരു ഗ്രേ കളർ സെലക്ട് ചെയ്തു, ഇതിന് ഗ്രീൻ കളർ സെലക്ട് ചെയ്തു, ഇതിന് ബ്ലൂ കളർ സെലക്ട് ചെയ്തു, ഇതിന് ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തു. ഞാൻ ഈ അഞ്ചെണ്ണം ഓക്കെ. സോ ഒന്നുകൂടെ ഞാൻ ഒന്ന് അലൈൻമെന്റ് കുറച്ചും കൂടെ അടുത്തോട്ട് വെക്കുകയാണ്. ഓക്കെ, അലൈൻ ഡിസ്ട്രിബ്യൂട്ട് ഹൊറിസോണ്ടലി, അപ്പൊ കുറച്ചും കൂടെ കറക്റ്റ് ആയിട്ട് ഹൊറിസോണ്ടൽ. ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിനകത്ത് ഐക്കൺസ് ആണ് കൊണ്ടുവരേണ്ടത്. എനിക്ക് ഇതിനകത്ത് ഐക്കൺസ് കൊണ്ടുവരും, ഇത് കണക്ട് ചെയ്ത് ഒരു ഐക്കൺസ് കൊണ്ടുവരണം. ഞാനൊരു ഇമേജ് അതിന് മുമ്പായിട്ട് ഞാനൊരു ഇമേജ് വീണ്ടും ഇൻസേർട്ട് ചെയ്യുകയാണ്. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഇമേജസ് ഇൻസേർട്ട് ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് ഇതിനകത്ത് പോയി ഇമേജസ് നിങ്ങൾക്ക് എവിടെയാണോ ഉള്ളത് അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാം. ഫോർ എക്സാമ്പിൾ ഞാനൊരു ടെക്സ്ചർ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ടെക്സ്ചറിനെ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ഇമേജിനെ ഞാൻ പവർ പോയിന്റിലോട്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് വിടാം. ഇങ്ങനെ നിങ്ങൾക്ക് ഇമേജ് കൊണ്ടുവരാം. ഓക്കെ, സോ ഇവിടെ ഞാൻ എനിക്ക് ഇതാണ് കൊണ്ടുവരേണ്ടത്. ഞാൻ അതിനെ ക്ലിക്ക് ചെയ്തു, ഇങ്ങനെ ഒരു. സോ അതിനുശേഷം ഞാൻ എന്ത് ചെയ്യാണ്, ഇമേജ് സെലക്ട് ചെയ്തു, ഫോർമാറ്റിലെ ക്രോപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ അതിനെ ഒന്ന് ക്രോപ്പ് ചെയ്യണം എൻ്റെ ആവശ്യത്തിന്. ഓക്കെ, ക്രോപ്പ് ചെയ്തു. ഇപ്പൊ ഞാനിത് ഇപ്പം ഒരു പിക്ചർ കൊടുത്തു, അതിനുശേഷം അതിന്റെ അകത്ത് ഈ പറഞ്ഞ 5 സർക്കിളും. ഇനി ഈ 5 സർക്കിളിനെ മാത്രം ഞാൻ സെലക്ട് ചെയ്തു, ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. 5 സർക്കിളിനെ മാത്രം സെലക്ട് ചെയ്തതിനു ശേഷം ഞാൻ എന്ത് ചെയ്യാണ്, അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം അതിനെ മുമ്പിലോട്ട് കൊണ്ടുവരണം. കാര്യം ഇതിപ്പം അതിന്റെ പുറകിലിരിക്കുക. അപ്പൊ അതിന്റെ മുമ്പിലോട്ട് കൊണ്ടുവരാനായിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, ഞാൻ ഇതിനെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഫോർമാറ്റിനകത്ത് പോകുന്നു. അറേഞ്ച് എന്ന് പറയുന്ന ഓപ്ഷനകത്ത് തന്നെ, അറേഞ്ച് എന്ന് പറയുന്ന ഓപ്ഷനകത്ത് നമുക്ക് ബ്രിങ് ഫോർവേഡ് സെൻഡ് ബാക്ക്വേർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ഞാൻ എന്ത് ചെയ്യണം, ബ്രിങ് ഫോർവേഡ് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് കൊണ്ടുവന്നു. അപ്പൊ അതിനെ എനിക്ക് മുന്നിലോട്ട് കൊണ്ടുവരാൻ പറ്റും. സോ മുന്നിലോട്ട് ഞാൻ അത് വെച്ചു. അതിനുശേഷം ഞാൻ എന്താണ്, ഇതിനകത്ത് ഓരോന്നിനും ഓരോ ഐക്കൺസ് എനിക്ക് കൊടുക്കും. ഐക്കൺസ്. സോ ഐക്കൺസ് 2016 കാണുന്നുണ്ടെങ്കിൽ ഇൻസെർട്ടിനകത്ത് ഇലിസ്ട്രേഷനകത്ത് പോയി കഴിഞ്ഞാൽ ഐക്കൺസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഐക്കൺസ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഐക്കൺസ് സെലക്ട് ചെയ്യാം. പക്ഷേ 2016 വരെ ഐക്കൺസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല. നമുക്ക് നോർമലി ഒരു PNG ഫയല് ഒക്കെ മാത്രമേ നമുക്ക് ഇതിനകത്തോട്ട് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. സോ പവർ പോയിന്റിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ അധികം ഐക്കൺസ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഐക്കൺസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. യൂട്യൂബിൻ്റെ എൻ്റെ പ്രസൻറ്റേഷൻ്റെ താഴെ നിങ്ങൾക്കൊരു ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. സോ ഇവിടെ ഞാൻ ജസ്റ്റ് ഉപയോഗിക്കുന്നത് ഫയൽ, ഞാൻ ആ ഐക്കൺസ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. സോ ഐക്കൺസിൻ്റെ ഒരു പ്രസൻറ്റേഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഓപ്പൺ ചെയ്തു. സോ ഇതിനകത്ത് കണ്ടില്ല ഒരുപാട് ഐക്കൺസ് ഉണ്ട്. ഞാൻ ഇതിനകത്ത് നിന്നൊരു 2-3 ഐക്കൺസ് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, സോ 2-3 ഐക്കൺസ്, എത്ര നമുക്ക് 5 ഐക്കൺ അല്ലേ, 5 ഐക്കൺ ഞാൻ സെലക്ട് ചെയ്തു. Ctrl+C കൊടുത്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുകയാണ്, ഞാൻ വീണ്ടും എൻ്റെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രസൻറ്റേഷൻ എടുത്തു, Ctrl+V. സോ എനിക്ക് ഈ ഐക്കൺസ് ഞാൻ ഇങ്ങോട്ട് കുറച്ച് താഴെ ഡ്രാഗ് ചെയ്ത് വെച്ചു. ഇനി ഓരോ ഐക്കൺസും ഈ ഐക്കൺസിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ മോഡിഫൈ ചെയ്യാം. ഇതിൻ്റെ കളറെല്ലാം മോഡിഫൈ ചെയ്യാം. ഓക്കെ, കളറെല്ലാം നമുക്ക് അതിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും.
അപ്പോൾ ഞാൻ ഇതിനെ സെലക്ട് ചെയ്യുന്നു. ഞാൻ കണ്ടോ ഇത് ഞാൻ കൊണ്ടുവരുമ്പോൾ തന്നെ ഇതിൻ്റെ എനിക്ക് സെൻറ്റർ അറിയാം. പക്ഷേ എങ്കിലും നമുക്കിപ്പോൾ ഇതൊരു കൺഫർമേഷൻ അല്ല, ഇതിനെ കുറച്ചും കൂടെ വലുതാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? കേട്ടോ ഇവിടെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് അല്ലേ? എന്താണ് ഇവിടെ ഞാൻ ഇവിടെ ഞാൻ ഐക്കൺ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല കേട്ടോ. എനിക്ക് ചിലപ്പോൾ ഇതാണ് സെലക്ട് ആയി പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഹോമിനകത്ത് സെലക്ഷൻ പെയിൻ, ഹോമിനകത്ത് സെലക്ട് എന്ന് പറയുന്ന എഡിറ്റിംഗ് എന്ന് പറയുന്ന റിബൺ ടാബിനകത്ത് സെലക്ഷൻ പെയിൻ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. സെലക്ഷൻ പെയിൻ കണ്ടോ. ഈ സെലക്ഷൻ പെയിനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതാ കണ്ടില്ലേ, ഐക്കൺസും അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഷേപ്പും പിക്ചറും എല്ലാം ഇവിടെ കാണാം. അപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ പേര് അറിയാമെങ്കിൽ ഞാനിവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് ഇത് സെലക്ട് ചെയ്യാൻ പറ്റും. കൂടാതെ എനിക്കിതിനെ യൂണിഫോമായിട്ട് വലുതാക്കാൻ ഞാൻ ഷിഫ്റ്റും കൺട്രോളും പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ ഇതിനെ ഡ്രാഗ് ചെയ്ത് വലുതാക്കി. അതുപോലെ ഇതിൻ്റെ കളർ ഞാൻ ഫോർമാറ്റിൽ പോയി ഫില്ല് വന്നിട്ട് ഞാൻ വൈറ്റ് കളർ കൊടുക്കുകയാണ്. സോ എനിക്ക് കുറച്ചും കൂടെ അതിനുശേഷം ഞാൻ ഇനി ഇതിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് ആണോ എന്ന് അറിയാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഈ സർക്കിളും ഇതും കൂടെ ചേർത്ത് ഡ്രാഗ് ചെയ്തതിന് ശേഷം അലൈൻ ഓപ്ഷനിൽ പോയി, അലൈൻ എന്ന് പറയുന്ന ഫോർമാറ്റിനകത്ത് അറേഞ്ചിനകത്ത് അലൈൻ ഓപ്ഷനിൽ പോയി അലൈൻ സെൻറ്ററും ചെയ്യും, അലൈൻ മിഡിലും ചെയ്യും. കാര്യം എനിക്ക് കറക്റ്റ് സെൻറ്ററിലും വേണം മിഡിലും വേണം. സോ ഞാൻ അലൈൻ സെൻറ്റർ, അലൈൻ മിഡിൽ. ഇതിപ്പോൾ ഓൾറെഡി സെൻറ്ററിലും മിഡിലും ആണ്. നമുക്ക് ഒരെണ്ണം അല്ലാതെ ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ വെച്ചു ഷിഫ്റ്റും കൺട്രോളും പ്രസ് ചെയ്ത് ഞാൻ ഇങ്ങനെ ഡ്രാഗ് ചെയ്തു. ഓക്കെ, ഞാനൊരു വലിപ്പത്തിൽ ഡ്രാഗ് ചെയ്ത് വെച്ചു. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുകയാണ്? സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം അലൈൻ കൊടുക്കുന്നു, അലൈൻ സെൻറ്റർ, അലൈൻ മിഡിൽ കേട്ടോ. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അത്. ഇനി മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, എനിക്കിപ്പോൾ ഇതേ കളറ് ഈ ഷേപ്പിലോട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിൽ എനിക്ക് കൊടുക്കാം. ഒന്ന് ഷേപ്പ് ഫില്ലിൽ പോയി എനിക്ക് എന്ത് ചെയ്യാം? ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഹോമിൽ പോയി കഴിഞ്ഞാൽ ഇത് സെലക്ട് ചെയ്ത് നിങ്ങളുടെ ക്ലിപ്പ് ബോർഡ് ഫംഗ്ഷനകത്ത് ഫോർമാറ്റ് പെയിൻറ്റർ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. ഫോർമാറ്റ് പെയിൻറ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാണ് സെലക്ട് ആയി പോയത്. ഞാൻ എസ്കേപ്പ് അടിക്കുന്നു. നമ്മുടെ ആക്ഷൻ എടുത്തത് മാറിപ്പോയി. കാര്യം എനിക്ക് ഓറഞ്ച് അല്ല ഇങ്ങോട്ട് മാറ്റേണ്ടത്, എനിക്ക് ഈ വൈറ്റ് കളറാണ് ഇങ്ങോട്ട് മാറ്റേണ്ടത്. സോ ഞാൻ എസ്കേപ്പ് അടിക്കുന്നു. ഞാൻ ഏത് സെലക്ട് ചെയ്യുന്നു? ഞാൻ ഈ പറഞ്ഞ ഐക്കൺ സെലക്ട് ചെയ്യുന്നു, ഫോർമാറ്റ് പെയിൻറ്ററിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ കണ്ടോ എൻ്റെ മൗസിൻ്റെ സിമ്പൽ കണ്ടോ, ഒരു പെയിൻറ് ചെയ്യാൻ പാകത്തിനായി. ഇനി ഈ ഫോർമാറ്റിംഗ് എവിടെയാണോ എനിക്ക് പെയിൻറ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുവരിക, ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് അവിടെ കോപ്പി. ഇത് അതിൻ്റെ ഫോർമാറ്റിംഗ്, ഇതിനകത്ത് അപ്ലൈ ചെയ്ത ഫോർമാറ്റിംഗ് എല്ലാം ഇതിനകത്ത് അപ്ലൈ ആയിട്ട് കിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിത് കൊടുക്കുന്നു, ഇതെല്ലാം നോക്കിക്കോളൂ. ഞാനിത് അപ്ലൈ ചെയ്തു, ഇതിവിടെ കൊടുത്തു. സോ അതിനുശേഷം ഞാൻ എന്താണ്, ഞാൻ ഈ പറഞ്ഞ ഫോർമാറ്റ് പെയിൻറ്ററിൽ ക്ലിക്ക് ചെയ്യുന്നു. ഞാനിതിൽ ക്ലിക്ക് ചെയ്തു, ഫോർമാറ്റ് പെയിൻറ്ററിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫോർമാറ്റ് പെയിൻറ്റർ ഓക്കെ, അത് കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഫോർമാറ്റിൽ ഫിൽ വൈറ്റ് കൊടുക്കും. സോ അതുപോലെ എനിക്ക് ഇതിൻ്റെ എല്ലാം വലിപ്പം കറക്റ്റ് ചെയ്യാനായിട്ട് ഷിഫ്റ്റും അതുപോലെ തന്നെ ഓൾട്ടും പ്രസ് ചെയ്ത് ഞാൻ അതിൻ്റെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഷിഫ്റ്റും കൺട്രോളും. ഓക്കെ, ഷിഫ്റ്റും കൺട്രോൾ. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അലൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് മിഡിൽ അല്ല, അല്ലെങ്കിൽ മിഡിൽ അലൈൻ അല്ല എന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും തോന്നൽ നിങ്ങൾക്ക് കറക്റ്റ് അല്ല എന്ന് തോന്നുകയാണെങ്കിൽ സെലക്ട് ചെയ്യുക, നിങ്ങളുടെ ഫോർമാറ്റിനകത്ത് പോവുക, അലൈനകത്ത് അലൈൻ സെൻറ്ററും കൊടുക്കുക, അലൈൻ മിഡിലും കൊടുക്കുക. അലൈൻ മിഡിൽ കൊടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് സെൻറ്ററിലോട്ട് വരും. ഓക്കെ, സോ ഇപ്പം കണ്ടോ, നമ്മുടെ ഒരു പേജിനകത്ത് നമ്മൾ വളരെ കൃത്യമായിട്ട് ഒരു ഇമേജിനെ എടുത്ത് ഫോർമാറ്റ് ചെയ്തു, ഇമേജിനെ എടുത്ത് ക്രോപ്പ് ചെയ്ത് വളരെ കൃത്യമായിട്ട് അതിനൊരു ഹെഡിങ് കൊടുത്തു. അതിനുശേഷം ഷേപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡിസൈൻ അതിനകത്ത് കൊടുത്തു. അതിനകത്ത് ഐക്കൺസ് ഉപയോഗിച്ച് കൃത്യമായിട്ട് അലൈൻ ചെയ്ത് അതിനകത്ത് എന്ത് കൊടുത്തു? നമ്മൾ കൃത്യമായിട്ട് അലൈൻ ചെയ്ത് നമ്മൾ ഓരോന്നിനകത്തും ഐക്കൺസ് ഇൻസേർട്ട് ചെയ്തു. സോ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. കാര്യം ഇപ്പം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഇന്ന് പറഞ്ഞതിനകത്ത് നിങ്ങൾ ചെയ്ത് നോക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന് എങ്ങനെ ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്യാം, എങ്ങനെ ഒരു ഷേപ്പ് ഇൻസേർട്ട് ചെയ്യാം, എങ്ങനെ ഒരു ടെക്സ്റ്റ് ബോക്സ് ഇൻസേർട്ട് ചെയ്യാം.
എങ്ങനെ ഒരു ഐക്കൺസ് കൊണ്ടുവരാം, എങ്ങനെ അതിനെ പ്രോപ്പറായിട്ട് അലൈൻ ചെയ്യാം, എങ്ങനെ നമുക്കൊരു ഒരു ഒബ്ജക്റ്റിനെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇൻസേർട്ടിനകത്ത് ഷേപ്പ്, ഓക്കെ, രണ്ട് ഷേപ്പാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ രണ്ട് ഷേപ്പായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇതൊരു എയും ഇതൊരു ബിയും എന്ന് പറയുന്ന രണ്ട് ഷേപ്പായിട്ട് കൺസിഡർ ചെയ്യുക. സോ അവിടെ ഞാൻ ഉപയോഗിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് രണ്ട് കളർ കൊടുക്കുക, എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു വ്യത്യാസം അറിയാൻ പറ്റും. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് പറയുന്നത് ഷേപ്സുകളെ നമുക്ക് മെർജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ രണ്ടിലധികമോ ഷേപ്പുകൾ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെർജ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് മെർജ് ചെയ്യുന്നത് നോക്കാം. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഈ രണ്ട് ഷേപ്പ് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. രണ്ട് ഷേപ്പ് ഇങ്ങനെ കമ്പൈനായിട്ട് ചെയ്യുക. ഈ ഷേപ്പിനെ, ഈ രണ്ട് ഷേപ്പ് സെലക്ട് ചെയ്തതിനു ശേഷം ഏതാണോ ആദ്യം സെലക്ട് ചെയ്യുന്ന ഷേപ്പ് അത് മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഇത് രണ്ടും കൂടെ എനിക്കൊരു ഒറ്റ ഷേപ്പ് ആക്കണം. ഇങ്ങനെ ഒരു ഒറ്റ ഷേപ്പ് ആക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഫസ്റ്റ് സെലക്ട് ചെയ്യേണ്ടത് ഏത് ഷേപ്പാണ്? ഈ ബ്ലൂ കളർ. രണ്ടാമത് ഇത്. അപ്പം ഈ കളർ തന്നെ ഇങ്ങോട്ടും മാറി ഇതൊരൊറ്റ ഷേപ്പായിട്ട് മാറി. സോ അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? സെലക്ട് ചെയ്യുക, ഫോർമാറ്റ് പോവുക. ഫോർമാറ്റിനകത്ത് ഇൻസേർട്ട് ഷേപ്പിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മെർജ് ഷേപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. മെർജ് ഷേപ്സ്. ഈ മെർജ് ഷേപ്പിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് 5 ഓപ്ഷൻ അതിനകത്ത് കാണാം. യൂണിയൻ, കമ്പൈൻ, ഫ്രാഗ്മെന്റ്, ഇന്റർസെക്ട്, സബ്ട്രാക്ട്. കണ്ടോ? ഇപ്പൊ ഞാനിവിടെ എന്ത് ചെയ്യും? ആദ്യം പറയുന്നത് യൂണിയൻ. കണ്ടോ? യൂണിയൻ എന്താ സംഭവിച്ച? യൂണിയൻ ചെയ്യുന്ന സമയത്ത് ഇതൊരു ഒറ്റ ഷേപ്പായി. ആദ്യത്തെ ഷേപ്പ് രണ്ടാമത്തെ ഷേപ്പിലോട്ട് പോയി. ഓർഡർ വളരെ പ്രധാനമാണ്. കാര്യം ഞാൻ നേരത്തെ യൂണിയൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഷേപ്പാണ് ആദ്യം സെലക്ട് ചെയ്തത്, രണ്ടാമതാണ് ഈ ഷേപ്പ് സെലക്ട് ചെയ്തത്. ഇൻ കേസ് ഞാൻ ഈ ഷേപ്പാണ് ആദ്യം സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഈ കളറായിരിക്കും, ഈ ഷേപ്പാണ് ഇങ്ങോട്ട് യൂണിയൻ ആകുന്നത്. സോ നോക്കിയോളൂ, മെർജിൽ യൂണിയൻ കൊടുത്തു കഴിയുമ്പോൾ ആ കളറായിരിക്കും അങ്ങോട്ട് മാറും. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് മെർജിൽ തന്നെ കമ്പൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, രണ്ടും തമ്മിൽ കമ്പൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ രണ്ടും തമ്മിൽ കമ്പൈൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, മെർജ് ഷേപ്പിനകത്ത് ഞാൻ കമ്പൈൻ കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ പോർഷൻ പോയിട്ട് ബാക്കി രണ്ടും കമ്പൈനായി. ഇതാണ് കമ്പൈൻ എന്ന് പറയുന്നതിൻ്റെ ഉപയോഗം. രണ്ട് ഷേപ്പുകളെ തമ്മിൽ കമ്പൈൻ ചെയ്യാൻ നിങ്ങൾക്കത് ഉപയോഗിക്കാം. അടുത്തതെന്ന് പറയുന്നത് ഫ്രാഗ്മെൻ്റ് ആണ്. ഫ്രാഗ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് രണ്ട് ഷേപ്പ് ഞാൻ സെലക്ട് ചെയ്തു, ഫ്രാഗ്മെന്റ് കൊടുത്തു. മെർജ് ഷേപ്പിൽ ഫ്രാഗ്മെന്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കാണുമ്പോൾ ഒന്നും പറ്റിയതായിട്ട് തോന്നുന്നില്ല. പക്ഷെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഇതൊരു സെപ്പറേറ്റ് പീസായി. കണ്ടോ? ഇതൊരു സെപ്പറേറ്റ്. ഇങ്ങനെ ഫ്രാഗ്മെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫ്രാഗ്മെന്റ് ഉപയോഗിച്ചൊക്കെ നല്ല ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാനൊരു ഉദാഹരണം എന്തായിരുന്നാലും കാണിച്ചു തരാം. അതുപോലെ തന്നെ അടുത്തതെന്ന് പറയുന്നത് ഇന്റർസെക്ട് ആണ്. ഇന്റർസെക്ട് എന്ന് പറഞ്ഞാൽ രണ്ടും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ട്. നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ഞാൻ ഇങ്ങോട്ട് വെച്ചു. ഇത് രണ്ടും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്നതിന്റെ പോർഷൻ വിട്ടിട്ട് ബാക്കിയുള്ളതായിരിക്കും വരുന്നത്. ഇന്റർസെക്റ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എവിടെയാണോ ഈ രണ്ടും തമ്മിൽ ഇന്റർസെക്ട് ചെയ്തിരിക്കുന്ന പോയിന്റ് എവിടെയാണോ ആ ഏരിയ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതേ കാര്യം നമ്മൾ സബ്ട്രാക്ട് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ആ ഇന്റർസെക്ട് ചെയ്തിട്ട് ബാലൻസ് ഉള്ള ഏരിയയാണ് നമുക്ക് കിട്ടുന്നത്. അത് എപ്പോഴും നമ്മൾ നോക്കണം. കാര്യം സെലക്ട് ചെയ്യുന്നതനുസരിച്ചാണ്. ഉദാഹരണം ഫസ്റ്റ് ഞാൻ ഇത് സെലക്ട് ചെയ്തു, അത് കഴിഞ്ഞ് ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഇതായിരിക്കും സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്നത്. അതേസമയം ഞാൻ ഇതാണ് സെലക്ട് ചെയ്തിട്ട് രണ്ടാമത് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് എനിക്ക് രണ്ടാമതായിട്ടായിരിക്കും. ഓക്കെ, ഇത്രയാണ് ഷേപ്സിന്റെ ഇന്റർസെക്ഷൻ അല്ലെങ്കിൽ ഷേപ്സിന്റെ മെർജിങ് വരുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് ഒരു ചെറിയൊരു കാര്യം കൂടെ ഒന്ന് പെട്ടെന്ന് ചെയ്തു പോവാം. ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ മെർജ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇൻസേർട്ടിനകത്ത് ഷേപ്സ്. നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പ് എടുക്കാം. ഓക്കെ, സോ ഞാൻ Ctrl+C Ctrl+V കൊടുക്കുന്നു. ഞാനതിനെ കുറച്ചൊന്ന് Ctrl+C Ctrl+V.
കൺട്രോൾ ഡി കൊടുക്കുന്നു. അതിനെ ഞാനൊന്ന് റൊട്ടേറ്റ് ഉപയോഗിച്ചിട്ട് ഒന്ന് ഫ്ലിപ്പ് ചെയ്യുകയാണ്, ഫ്ലിപ്പ് വെർട്ടിക്കൽ. ഓക്കെ, ഫ്ലിപ്പ് വെർട്ടിക്കൽ കൊടുക്കുന്നു. ഞാനിതിൻ്റെ സൈസ് ഒന്ന് കുറച്ച് കുറയ്ക്കുകയാണ്. ഷിഫ്റ്റും കൺട്രോളും പ്രസ് ചെയ്തുകൊണ്ട് ഞാനൊന്ന് വളരെ കുറച്ച് കുറയ്ക്കുന്നു. സോ അതിനുശേഷം ഞാനിതിനെ കൺട്രോൾ പ്രസ് ചെയ്ത് ഞാനിത് കറക്റ്റ് പൊസിഷനിലോട്ട് കൊടുക്കുകയാണ്. കൺട്രോൾ പ്രസ് ചെയ്ത് ഓക്കെ. സോ അത്രയും മതി. സോ ഇതിപ്പം ടോട്ടൽ ഷേപ്പ് എടുത്തിട്ട് ഞാനിതിൻ്റെ ഔട്ട്ലൈനും എല്ലാം കൊടുത്തിട്ടുണ്ട്. പലതും ഒരുപാട് ഷേപ്സുകൾ ചേർന്നാണ് ഇരിക്കുന്നത്. ഇതിനെ ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒന്ന് യൂണിയൻ ഒറ്റ ഷേപ്പായിട്ട് മാറ്റാൻ പോവുകയാണ്. സോ ഒറ്റ ഷേപ്പായിട്ട് മാറ്റാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഇതിനകത്ത് മെർജ് ഷേപ്പിൽ പോയതിനു ശേഷം യൂണിയൻ കൊടുക്കുന്നു. യൂണിയൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇതൊരൊറ്റ ഷേപ്പായിട്ട് മാറി. കണ്ടോ, ഇതൊരൊറ്റ ഷേപ്പാണിപ്പോൾ. ഇപ്പോൾ ഈ ഒറ്റ ഷേപ്പായിട്ട് മാറിയതിനു ശേഷം ഞാനിപ്പോൾ ഈ ഒരു പിക്ചറിൻ്റെ മുകളിൽ ഞാനിത് കൊടുത്തു കഴിഞ്ഞാൽ ആ പിക്ചർ ഇതിനകത്ത് എനിക്ക് എങ്ങനെ ഫ്രാഗ്മെൻറ്റ് ചെയ്തെടുക്കാമെന്നാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, ഞാൻ ഈ പിക്ചറിനെ ഞാൻ ജസ്റ്റ് ഇതിനകത്ത് വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കറക്റ്റ് ഓർഡറിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുകയാണ്, ആ പിക്ചർ ഞാൻ സെലക്ട് ചെയ്തു. എനിക്ക് ആ പിക്ചർ സെലക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ സെലക്ഷൻ പെയിൻ എടുക്കുന്നു. ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം പിക്ചറും സെലക്ട് ചെയ്തു. സോ ഫസ്റ്റ് ഞാൻ പിക്ചർ സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ഏറ്റവും മുകളിലത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ എന്താണ്, ഫോർമാറ്റിൽ പോകുന്നു. ഫോർമാറ്റിനകത്ത് മെർജ് ഷേപ്പിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഫ്രാഗ്മെൻറ്റ് കൊടുക്കും. സോ ഫ്രാഗ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പല സെഗ്മെൻ്റായിട്ട് ഡിവൈഡായി. കണ്ടോ, എനിക്കിതിനകത്ത് പല സെഗ്മെൻ്റായിട്ട് ഡിവൈഡായി. ഇതൊരെണ്ണം ഒരു സെഗ്മെൻറ്റ്, ഇതൊരു സെഗ്മെൻറ്റ്, പിക്ചർ തന്നെ പല സെഗ്മെൻ്റായിട്ട് ഡിവൈഡായി ഫ്രാഗ്മെൻറ്റ് കൊടുത്ത സമയത്ത്. ഞാൻ അതേ സാധനം തന്നെ ഫോർമാറ്റിനകത്ത് ഞാൻ ഇൻ്റർസെക്റ്റ് കൊടുക്കുന്ന സമയത്ത് എനിക്കത് ഒരു പർട്ടിക്കുലർ ഡിസൈനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ഷേപ്പിനകത്തോട്ട് കണ്ടോ, ആ ഷേപ്പിനകത്തോട്ട് ഒരു ചെറിയ ഗ്യാപ്പ് വരുന്ന രീതിയിൽ എനിക്ക് ഇൻ്റർസെക്റ്റ് ചെയ്ത് എന്ന് പറഞ്ഞാൽ ഇതൊരു സെപ്പറേറ്റ് ആണ്. കണ്ടോ, സെപ്പറേറ്റ് ഒരു ഇൻ്റർസെക്ഷനിൽ എനിക്ക് ഇത് ക്ലിക്ക് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെ ഇങ്ങനെയുള്ള പല ഡിസൈൻസും നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇൻ്റർസെക്റ്റ് മെർജ് ഷേപ്പൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇൻ്റർസെക്റ്റും കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. ഒരു കാര്യം കൂടെ ഉള്ളത് ഗ്രേഡിയൻ്റ് ആണ്. ഷേപ്പിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണ് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. ഗ്രേഡിയൻ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ഷേപ്പ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഷേപ്പിനകത്ത് നമുക്കൊരു ഗ്രേഡിയൻ്റ് എഫക്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, 2 കളർ വരുന്നൊരു എഫക്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫോർമാറ്റ് ഷേപ്പ് കൊടുക്കുക. ഫോർമാറ്റിനകത്ത് ഞാൻ എന്ത് ചെയ്യുക, ഇതിനകത്ത് പിക്ചറിനകത്ത് ഫില്ലിനകത്ത് കണ്ടോ ഗ്രേഡിയൻ ഫിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ഗ്രേഡിയൻ ഫിൽ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടോ നമുക്ക് ഇവിടെ ഗ്രേഡിയൻസിൻ്റെ ഓപ്ഷൻസ് നമുക്കിവിടെ കാണാം. പല കളേഴ്സ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനെ എഡിറ്റ് ചെയ്യാം. അങ്ങനെ ഇതിനെ ക്ലിക്ക് ചെയ്ത് പുറത്തിട്ട് കഴിഞ്ഞാൽ ഇത് അവിടെ നിന്ന് ഡിലീറ്റ് ആയി. അതുപോലെ ഇപ്പോൾ 2 പോയിൻറ്റ്സാണ് ഉള്ളത്. ഈ 2 പോയിൻറ്റ്സിൽ ഒരു പോയിൻറ്റിനെ ഞാൻ എന്ത് ചെയ്യുന്നു, കളർ സെലക്ട് ചെയ്തതിന് ശേഷം ഈ കളർ ഞാനൊരു ബ്രൗൺ കളർ കൊടുക്കുന്നു. ഒരു പോയിൻറ്റിനെ ഞാൻ അതുപോലെ തന്നെ സെലക്ട് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ തന്നെ ഒരു ലൈറ്റ് കളർ കൊടുത്തു. ഇപ്പോൾ ലീനിയർ ടൈപ്പാണ് കിടക്കുന്നത്. എനിക്കതിന് ഞാൻ ഒരു തിരിച്ചാണ് എനിക്ക് വേണ്ടതെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ ഞാൻ ഇതിനെ അങ്ങോട്ട് നീക്കി ഇതിനെ ഇങ്ങോട്ട് നീക്കുന്ന സമയത്ത് ഗ്രേഡിയൻ്റ് അതിൻ്റെ മുകളിൽ നിന്നായിരിക്കും വരുന്നത്. നമുക്കിത് ഏറ്റവും മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിലോട്ട് ഡ്രാഗ് ചെയ്തിടാം. കണ്ടോ, അതിനുശേഷം ഞാൻ ഇതിനെ ഏറ്റവും ബാക്കിലോട്ട് ഇടാനായിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, സെൻഡ് ടു ബാക്ക് കൊടുക്കുന്നു. സെൻഡ് ടു ബാക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ഏറ്റവും ബാക്കിലോട്ട് ഇത് സെൻഡായി. റൊട്ടേറ്റ് കൊടുക്കുന്നു, ഫ്ലിപ്പ് വെർട്ടിക്കൽ. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ പല ഓപ്ഷൻ, ഗ്രേഡിയൻറ്റും അതുപോലെ തന്നെ ട്രാൻസ്പെറൻസിയും ഒക്കെ നമുക്ക് ഷേപ്സും ഇമേജസിനകത്ത് കൊടുത്ത് നമുക്ക് നല്ല സ്ലൈഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നല്ല സ്ലൈഡ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്ലൈഡാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. അങ്ങനെ നമ്മളൊരു 5 or 6 സ്ലൈഡ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് നല്ല അനിമേഷൻസ് അതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രധാനമായിട്ടും ഒന്ന്, എങ്ങനെയാണ് നല്ല സ്ലൈഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഷേപ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, പിക്ചേഴ്സ് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്, ഈ ഇൻസേർട്ട് ചെയ്യുന്ന പിക്ചേഴ്സ് ആയിരുന്നാലും ഷേപ്സ് ആയിരുന്നാലും ഇമേജസ് ആയിരുന്നാലും അതിനെ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാം, ഏത് ഫോർമാറ്റ് ചെയ്യാം. കൂടുതൽ പല എക്സാമ്പിൾസ് പല രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കി വയ്ക്കുക. കാര്യം ഇത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത ഓപ്ഷനിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. സോ ഇനി മുതലുള്ള ക്ലാസ്സുകളിൽ
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഓരോ പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്തായിരിക്കും പഠിക്കുന്നത്. നമ്മൾ ഇനി നാളത്തെ ഒരു ദിവസത്തെ ക്ലാസ് കൂടെ ആയിരിക്കും നിങ്ങൾക്ക് എന്താണ് ബേസിക് ആയിട്ടുള്ള അനിമേഷൻ എന്നും ബേസിക് ആയിട്ടുള്ള ട്രാൻസിഷൻ എന്താണെന്നും പറഞ്ഞു പോകുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഓരോ എക്സസൈസ് ആണ്. ഓരോ പ്രസൻറ്റേഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് എങ്ങനെ നമുക്ക് വളരെ നല്ല രീതിയിൽ അനിമേഷൻസ് ആയിരുന്നാലും എഫക്ട്സ് ആയിരുന്നാലും അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ എന്തെങ്കിലും കമൻസോ കാര്യങ്ങളോ ഞാൻ എടുക്കുന്ന ക്ലാസ്സിനകത്തോ അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളിലോ എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പറഞ്ഞത് മനസ്സിലാകാതെ വരികയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ എടുക്കുന്ന രീതിയിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുന്നതാണ്. താങ്ക് യു വെരി മച്ച്. മറന്നു പോകാതെ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. കൂടുതൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സസ് വീണ്ടും നിങ്ങൾക്ക് വരുന്നുണ്ട്. ഫോട്ടോഷോപ്പ് അതുപോലെ തന്നെ കോറൽ ഡ്രോ ഇങ്ങനെയുള്ള ക്ലാസ്സസും ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ മറന്നു പോകാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളും നിങ്ങളുടെ എക്സസൈസ് ഫില്ല് ചെയ്യുക. ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് തന്നെ നിങ്ങൾക്ക് ഐക്കൺസിനായിട്ടുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യും. സോ താങ്ക് യു വെരി മച്ച്.